നമസ്തേ. ഇന്ന് നമ്മൾ പുതിയ ഒരു വിഭാഗം, സൈക്കോളജിയുടെ പുതിയൊരു വിഭാഗത്തേക്ക് കിടക്കുകയാണ്. പല വിഭാഗങ്ങളായിട്ട് സൈക്കോളജിയെ തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ബയോ സൈക്കോളജി നമ്മൾ പഠിക്കുന്നുണ്ട്, കൗൺസിലിംഗ് സൈക്കോളജി പഠിക്കുന്നുണ്ട്, അതുപോലെ ജനറൽ സൈക്കോളജി പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വിഭാഗമാണ് ഹെൽത്ത് സൈക്കോളജി. ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ് മനുഷ്യൻ്റെ ആരോഗ്യം, അത് എങ്ങനെ നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണെങ്കിൽ എന്താണ് ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്, ആരോഗ്യമെന്ന് പറയുന്നത്, ആ ആരോഗ്യം കൊണ്ട് എങ്ങനെ മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കുന്നു, ഇതാണ് നമ്മൾ ഈ വിഭാഗത്തിൽ എടുക്കുന്നത്. അപ്പോൾ ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് സൈക്കോളജിയിൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന, അല്ലെങ്കിൽ സൈക്കോളജിയിൽ പെട്ടെന്ന് വളർന്നു വരുന്നതായ ഒരു ശാഖയാണ്. പല ഏരിയയിലും പല സ്ഥലങ്ങളിലും നമ്മൾ ഹെൽത്ത് സൈക്കോളജിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഓർഗനൈസേഷണൽ വിഭാഗത്തിൽ എന്താണ് ഹെൽത്ത്, ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യം എന്താണ്, എങ്ങനെ അവിടെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ ആരോഗ്യം ആയിട്ട് അവൻ്റെ പെരുമാറ്റം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, ആ പെരുമാറ്റം എങ്ങനെ ഒരു ഓർഗനൈസേഷനെ ബാധിക്കുന്നു. സ്കൂൾ തലങ്ങളിലാണെങ്കിൽ സ്കൂൾ കുട്ടികളുടെ ആരോഗ്യം ഗവൺമെൻറ് അല്ലെങ്കിൽ എല്ലാ വിഭാഗങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കുട്ടികളുടെ ആരോഗ്യം, കുട്ടികളുടെ ആരോഗ്യമുള്ള കുട്ടികളിലാണ് വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ സാധിക്കുക. അതുകൊണ്ടാണ് പലപ്പോഴും സ്കൂളുകളിൽ പോഷക ആഹാരങ്ങൾ കൊടുക്കുക, കുട്ടികൾക്ക് ആവശ്യമുള്ള ഭക്ഷണ രീതികൾ കൊടുക്കുക എന്നുള്ളത് എടുത്തിരിക്കുന്നത്. അപ്പം ആരോഗ്യം എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ മുതൽ മരണം വരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നിട്ടെടുക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പം ഹെൽത്ത് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മൾ വിഭാവനം ചെയ്യുന്നത് ആരോഗ്യം എങ്ങനെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആരോഗ്യം എങ്ങനെ മനുഷ്യൻ്റെ പെരുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആരോഗ്യം എങ്ങനെ മനുഷ്യൻ്റെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, ആരോഗ്യം എങ്ങനെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ഏത് തലങ്ങളിലും നമ്മൾ ചിന്തിക്കുന്ന ഒന്നാണ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ്. ആരോഗ്യവും ആരോഗ്യപരമായ നമ്മുടെ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ബന്ധപ്പെടലും. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരാൾ ഇന്നലെ വരെ വളരെ വളരെ നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നു. ആരോഗ്യമെന്ന് നമ്മൾ വിഭാവനം ചെയ്യുന്നത് വളരെ എനർജറ്റിക് ആയിരിക്കുക, ഊർജ്ജസ്വലനായിട്ടിരിക്കുക, എല്ലാ കാര്യങ്ങളും അതിൽ പങ്കുകൊള്ളുക, എല്ലാ കാര്യങ്ങളും അതിൽ പോസിറ്റീവായിട്ടൊരു തീരുമാനമെടുക്കുക. അപ്പം ഏത് തലങ്ങളിലും അയാൾ വളരെ ഊർജ്ജസ്വലനായിട്ട് പങ്കെടുക്കുമ്പോൾ നമ്മൾ പറയും അയാൾ ആരോഗ്യവാനായിട്ട് പെരുമാറുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയും അയാളുടെ നോക്കിയിട്ട് ആരോഗ്യം കൊണ്ട് നിങ്ങളുടെ പ്രായം നമ്മൾ പറയാൻ സാധിക്കുന്നില്ല. ഒരു 60-70 വയസ്സുള്ള ആൾക്കാരെ നമ്മൾ കണ്ടാൽ ഒരു 50 വയസ്സേ തോന്നിക്കുന്നുള്ളൂ. ഈ 50 വയസ്സ് തോന്നിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അയാളുടെ പ്രായത്തെ അളന്നിട്ടല്ല, അയാൾ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ശാരീരികമായിട്ടുള്ള ആളുടെ നമ്മുടെ കാഴ്ചപ്പാട്, പെർസെപ്ഷൻ, അതുപോലെ തന്നെ പെരുമാറ്റത്തിലുള്ള അയാളുടെ ചിലപ്പോൾ നമ്മൾ പറയും 60 വയസ്സാണെങ്കിലും പെരുമാറുന്ന ഒരു 30 വയസ്സിൻ്റെ പോലെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ അയാൾ മാനസികമായിട്ട് അയാൾ 30 വയസ്സ് എന്ന് വെച്ചാൽ മന്ദബുദ്ധി നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അയാളെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാരൻ്റെ ഊർജ്ജസ്വലത ആളുടെ പെരുമാറ്റത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളുടെ പ്രായം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ ഉണ്ടാകുന്നതാണ് ആദ്യം നമ്മുടെ അയാളുടെ പറയുന്നത്. ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത് അയാളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, വ്യക്തമായ ആരോഗ്യ പരിപാലന സംഗതികൾ ചെയ്യുക, യോഗാസനം ചെയ്യുക, അല്ലെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുക, അങ്ങനെ ചെയ്യുക. വ്യക്തമായ ആഹാര ക്രമീകരണങ്ങൾ, നമ്മുടെ ഡയബറ്റീസ് പോലുള്ള രോഗം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ. പിന്നെ ആവശ്യമില്ലാതെ വലിച്ചു വാരി കഴിക്കുക. ഇപ്പോൾ ചില കണ്ടമാനം വലിച്ചു വാരി തിന്ന് കാണുമ്പോഴേ നമ്മൾ പറയും കണ്ടാലേ അറിയാമല്ലോ നല്ല ഭക്ഷണപ്രിയനാണ്, ഇത് ശരീരം കൊണ്ട് നമ്മൾ കാണിക്കുന്നതാണ്. അല്ല ചില രാവിലെ എഴുന്നേറ്റ് നല്ലപോലെ നിങ്ങൾ യോഗാസനം ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ടല്ലോ, ശരീരം നന്നായി വെച്ചിരിക്കുന്നു. ഇത് കാഴ്ചപ്പാടിലാണെങ്കിൽ പോലും നമ്മൾ അടുത്ത ചോദിക്കുന്ന ഡയബറ്റിക് ആണോ, ഇത്ര 60 വയസ്സായി ഡയബറ്റിക് ആണോ, അതല്ലെങ്കിൽ അയാളെ കാണുമ്പോൾ എന്താ കണ്ടിട്ട് മുഖത്ത് ഭയങ്കര ക്ഷീണം തോന്നുന്നു, നിങ്ങൾ സന്തോഷവാനല്ലേ. അപ്പം
ഒരാളുടെ ആരോഗ്യമെന്ന് പറയുന്നത് അയാളുടെ കാഴ്ചപ്പാട് നമ്മൾ വെറുതെ പറയുന്നത് മാത്രമല്ല, ഒരു ഡോക്ടർ തീരുമാനിക്കുന്നതല്ല, നമ്മുടെ കാഴ്ചപ്പാടിൽ ആദ്യം ഉണ്ടാകുന്നതാണ് നമ്മുടെ അയാളുടെ ആരോഗ്യം എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് നമ്മൾ പറയുന്നുണ്ട്, ഒരാൾ വളരെ ആരോഗ്യവാനായിരുന്നു, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യവാനായിരുന്നു. അവിചാരിതമായിട്ട് അയാളുടെ വീട്ടിൽ ഒരു മരണം നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ അയാളുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ ഭാര്യ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അയാൾ മാനസികമായി തകർന്നു. മാനസികമായി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൽക്കഹോളിനൊക്കെ അടിമയാകുന്നു. ഇന്നലെ വരെ ഊർജ്ജസ്വലനായിട്ട് ഓടി നടന്ന ഒരു വ്യക്തി അറിയാതെ, അല്ലെങ്കിൽ കുടുംബത്തിൽ നടന്നതായ ഒരു സംഭവം കൊണ്ട്, ഭാര്യയുടെ മരണം കൊണ്ട് പതുക്കെ ആൽക്കഹോളിസത്തിലേക്ക് പോവുക. ആദ്യം സമാധാനത്തിന്, അങ്ങനെയാണല്ലോ, ദുഃഖം വരുമ്പോൾ നമ്മൾ സമാധാനത്തിന് എന്ന് പറഞ്ഞായിരിക്കും ആൽക്കഹോൾ എടുക്കുന്നത്. ആൽക്കഹോൾ കഴിച്ചു, കുറച്ച് കഴിയുമ്പോൾ ആൽക്കഹോളിന് അടിമയാകുക. അങ്ങനെ 4-5 വർഷം കൊണ്ട് അയാൾക്ക് ലിവർ സിറോസിസ് പോലുള്ള മാരക രോഗങ്ങളിലേക്ക് വരിക, ശരീരം ക്ഷീണിക്കുക, ട്രീറ്റ്മെൻറ്റിന് പോവുക. അപ്പോൾ നമ്മൾ അയാളെ അനാരോഗ്യവാനായിട്ട് നമ്മൾ കാണുന്നു, ആരോഗ്യമില്ലാത്തവനായിട്ട് കാണുന്നു. അപ്പം ഇത് മനഃപൂർവ്വം വരുത്തുക, ഒരു സാഹചര്യത്തിൽ നിന്ന് അയാളുടെ ജീവിതത്തിലുണ്ടായ ഒരു വ്യത്യാസമാണ്. അപ്പോൾ അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ കുട്ടികൾ പരീക്ഷയിലൊക്കെ തോറ്റു പോയിട്ടുണ്ടാകാം. ചിലപ്പോൾ വിചാരിക്കുന്ന രീതിയിൽ കോളേജിൽ ഒരു അഡ്മിഷൻ ഉണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്ന് വിചാരിച്ചു, ചിലപ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പം മെഡിസിന് പഠിക്കണമെന്ന് വെച്ചാൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടാവില്ല. കൂട്ടുകാരെല്ലാം മെഡിസിന് ചേർന്നു, അല്ല എഞ്ചിനീയറിംഗ് ചേർന്നു, എനിക്ക് ചേരാൻ പറ്റിയെന്നില്ലാതെ മാനസിക വിഷമം കൊണ്ട് ആൾ തളർന്നു പോകാം. സ്വാഭാവികമായിട്ട് അയാൾ സ്കൂളിൽ പോകാതെ വരാം. സ്കൂളിൽ പോകാതെ വന്ന് വീട്ടിൽ ഇരുന്ന് പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ മറ്റു കൂട്ടുകാരികൾ കൂടിയിട്ട് ചിലപ്പോൾ സ്മോക്കിങ്ങിനോ ആൽക്കഹോളിസത്തിനോ ഡ്രഗിനോ അഡിക്ഷനോ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പയ്യൻ്റെ ആരോഗ്യം നശിച്ചു പോകും. അപ്പം ഇതൊരു ഇൻസിഡൻറ്റ് കൊണ്ടാണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഒരു ഇൻസിഡൻറ്റ്, ഒന്നെങ്കിലും ഒരു മരണം സംഭവിച്ചു, അല്ല നമ്മുടെ വിചാരിച്ച രീതിയിൽ എത്താതെ വരിക, നമ്മുടെ ആഗ്രഹങ്ങൾ സബലീകരിക്കാതെ പോകാം. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നു, നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നു, നമ്മുടെ ആഹാരക്രമത്തിലേക്ക് പോകുന്നു, ആഹാരക്രമത്തിൽ അല്ലെങ്കിൽ സോഷ്യൽ ബന്ധങ്ങളിൽ നിന്ന് ബാധിക്കുന്നു, അങ്ങനെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഇനി നേരെ തിരിച്ചു പോകാം. വളരെ ആരോഗ്യവാനായിട്ടിരുന്ന ഒരാൾ ചിലപ്പോൾ പെട്ടെന്ന് ഡയബറ്റീസ് പോലുള്ള രോഗങ്ങൾ വരുന്നു, പാരമ്പര്യമായിട്ട് ചിലപ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇല്ലെങ്കിൽ ഹോർമോൺ ഡിഫിഷ്യൻസി, തൈറോയിഡിനൊക്കെ ഉണ്ടാകുന്നു, പെട്ടെന്ന് ക്ഷീണിച്ചു പോവുക. അപ്പം ക്ഷീണിച്ചു പോകുന്നുണ്ട് അതിൻ്റെ ഹെൽത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് അയാൾക്ക് മാനസികമായ രോഗങ്ങളുണ്ടാകും. അപ്പോൾ മാനസിക രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അയാൾക്ക് സമൂഹമായിട്ട് നല്ലപോലെ ബന്ധപ്പെടാൻ സാധിക്കുക, അല്ലെങ്കിൽ സമൂഹമായിട്ട് ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ്, ആരോഗ്യപരമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റാതെ വരാം. അപ്പം ഇൻസിഡൻറ്റ് കൊണ്ട് ആരോഗ്യത്തെ ബാധിക്കാം. ചിലപ്പോൾ ഓർഗനൈസേഷണൽ പ്രോബ്ലം, ഓർഗാനിക്കൽ ഡിസ്ഫങ്ഷൻ കൊണ്ട് നമ്മുടെ അത് ഹെൽത്തിനെ ബാധിക്കാം. ഹെൽത്ത് മാനസിക രോഗങ്ങളിലേക്ക് നമ്മൾ നയിക്കാം. അപ്പം ഹെൽത്തും വെൽബീയിങ്ങും നമ്മൾ എടുക്കുന്ന സമയത്ത് എന്താണ് ഹെൽത്തിൻ്റെ വ്യക്തമായൊരു ഡെഫിനിഷൻ, എന്താണ് നമ്മൾ ആരോഗ്യം കൊണ്ട് പറയുന്നത്. ആരോഗ്യം എന്ന് പറയുമ്പം ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശരീരത്തിന് മാത്രമല്ല, ശരീരം ബിൽഡ് ചെയ്ത് വെച്ച് മസിൽസിനൊക്കെ പവർ കൊടുക്കുന്നത് മാത്രമല്ല, അത് മാനസികമായ നിലകളും കൂട്ടിയിട്ടാണ് നമ്മളയാളുടെ ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. വെൽബീയിങ് എന്ന് പറയുന്നത് സമൂഹത്തിൽ അയാൾ എങ്ങനെ പെരുമാറുന്നു, സമൂഹത്തിൽ പെരുമാറുന്ന അയാളുടെ ജോലിസ്ഥലത്ത് അയാൾ എങ്ങനെ പെരുമാറുന്നു, കുടുംബത്തിൽ എങ്ങനെ പെരുമാറുന്നു, അയാളുടെ കൂട്ടുകാരുമായിട്ട് എങ്ങനെ പെരുമാറുന്നു, സമൂഹത്തിലെങ്കിൽ സമൂഹവുമായിട്ടുള്ള എങ്ങനെ ബന്ധപ്പെടുന്നു. അപ്പം ഈ സമൂഹത്തിലുള്ള പെരുമാറ്റം, സമൂഹത്തിൽ അവർ പെരുമാറുന്നത്, ആ പെരുമാറ്റത്തിനാണ് വെൽ ബീയിങ് എന്ന് പറയുന്നത്. അപ്പം ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് നമ്മൾ ഇന്നെടുക്കുന്ന വിഭാഗം എന്ന് പറയുന്ന ഹെൽത്തും ആരോഗ്യവും സമൂഹത്തിൽ എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ ഹെൽത്ത് എന്ന് പറഞ്ഞ ഡെഫിനേഷൻ നമ്മൾ പൊതുവേ ഹെൽത്ത് എന്ന് പറയുകയാണെങ്കിൽ ഇത് ജനറൽ സെൻസ് ഓഫ് വെൽബീയിങ്, നല്ലപോലെ പെരുമാറുന്ന ഒരാൾ. ഹെൽത്ത് മീൻസ് കൊള്ളാം, അയാൾ നന്നായിട്ട് സമൂഹത്തിൽ പെരുമാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയും അയാൾ നല്ല ആരോഗ്യവാനായ ഒരാളാണ്. അപ്പോൾ സമൂഹത്തിൽ പെരുമാറുക എന്ന് വെച്ചാൽ സ്വഭാവമല്ല ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൽ വന്നിട്ട് എല്ലാവരോടും ചിരിച്ചു കളിച്ച് സംസാരിക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. ആ സമൂഹത്തിൽ വരുമ്പോൾ ആ സമൂഹത്തിലെ ചലഞ്ചുകൾ ഏറ്റെടുക്കുക, എല്ലാ പരിപാടികളും നമ്മൾ പങ്കെടുക്കാനായിട്ട് നമ്മൾ സാധിക്കുക, ആ സമൂഹത്തിൻ്റെ വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുക, ആ സമൂഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് നമ്മൾ ഉയരുക. അപ്പം ജനറൽ സെൻസ് എന്ന് പറഞ്ഞ വെൽബീയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ സമൂഹത്തിൽ നിന്ന് പെരുമാറുന്നത് മാത്രമല്ല, ആ പെരുമാറ്റത്തിലുണ്ടാകുന്ന ഘടകങ്ങളുടെ കൂട്ടിലാണ് നമ്മൾ
വെൽബീയിങ് എന്ന് പറയും, ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ദ ആബ്സെൻസ് ഓഫ്, ചിലപ്പോൾ നമ്മൾ പറയും ഡിസീസ് ഇല്ലാത്ത, അത് രോഗമില്ലാത്തൊരവസ്ഥ. സ്വാഭാവികമായിട്ട് വരാം, ഞാൻ വളരെ ആരോഗ്യവാനാണ്. അപ്പോൾ ഒരാളോട് ആരോഗ്യവാനാന്ന് വെച്ചാൽ പറയും എനിക്ക് അസുഖമൊന്നുമില്ല, എനിക്ക് BP ഇല്ല, എനിക്ക് ഷുഗറില്ല, ഞാൻ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ല, എനിക്ക് ആഹാരം കഴിക്കാൻ സാധിക്കാം, എൻ്റെ ഉറക്കത്തിന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല, അപ്പം എനിക്ക് യാതൊരു രോഗലക്ഷണങ്ങളുമില്ല. അപ്പം അതാണ് അടുത്തത്. പിന്നെ അതുപോലെ തന്നെ ഒരു ആരോഗ്യവാനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ, ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ, സമൂഹത്തിൽ ശാരീരികമായിട്ടൊക്കെ കാര്യങ്ങൾ നേടാൻ പറ്റുക. ശാരീരികമായിട്ട് പെരുമാറുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വന്ന എല്ലാ കാര്യങ്ങളും ഇടപെടും. ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രവർത്തനമുണ്ട്, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുമിച്ച് നിന്ന് ശാരീരികമായിട്ട് അവിടെ നിന്നിട്ട് നമ്മൾ പെരുമാറുക. ചിലപ്പം ചെടി വെക്കാനുള്ളതായിരിക്കാം, ചിലപ്പം ചുറ്റുപാടുകൾ വൃത്തിയാക്കാനായിട്ടുള്ളതായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും വീട് പണിയുന്നതിനകത്തുള്ള കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ അവിടെ നടക്കുന്ന ജനറലായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ നമ്മൾ ശാരീരികമായും മാനസികമായും പങ്കെടുക്കുന്നതാകാം. അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഹെൽത്ത് ദാറ്റ് എ പേഴ്സൺ ഹു ഈസ് ഫിസിക്കലി ഫിറ്റ് ഈസ് ഏബിൾ ടു ഡു എന്ന് വെച്ചാൽ സമൂഹത്തിൽ ശാരീരികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക. ഇതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഓടിച്ചെന്ന് ഫുട്ബോൾ കളിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഒരാൾ പോയിട്ട് തടി മുറിക്കണമെന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്നല്ല പറയുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ട് നമ്മളൊരു ആരോഗ്യവാൻ എന്ന് പറയുമ്പോൾ കോമൺ സെൻസ് വ്യൂ, സാധാരണക്കാരൻ്റെ ചിന്തയിൽ ആദ്യത്തെ കേസ് സമൂഹത്തിൽ നന്നായി പെരുമാറാൻ സാധിക്കുക, ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങളില്ലാത്ത അവസ്ഥ കാണിക്കുക, അല്ലെങ്കിൽ ശാരീരികമായിട്ട് സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുക. അപ്പോൾ ഇതാണ് ഹെൽത്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ആരോഗ്യവാൻ എന്ന് പറയുന്നത്, അല്ലെ ആരോഗ്യം എന്ന് പറയുന്നത് സമൂഹത്തിൽ നന്നായി പെരുമാറുക, ഒരു രോഗാവസ്ഥ ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ രോഗത്തിൻ്റെ സിംറ്റംസ് ഒന്നും ഇല്ലാത്ത, അല്ലെ കൈവേദന, കാലുവേദന, തലവേദന, അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഇത് എക്സാമ്പിൾ സൈക്കോസോമാറ്റിക് ഡിസോർഡേഴ്സ്. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ശാരീരികമായിട്ട് സമൂഹത്തിലുള്ള ആവശ്യങ്ങൾക്കനുസരിച്ച്, എന്ന് വെച്ചാൽ സമൂഹത്തിന് എന്തെങ്കിലും പോയി പ്രവർത്തിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ഈസ് ഏബിൾ ടു ഡു എന്ന് വെച്ചാൽ ശാരീരികമായിട്ട് ചെയ്യണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ശാരീരികമായിട്ട് എന്തെങ്കിലും പോയി ചെയ്യുക എന്നുള്ളതല്ല, ആ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഇത് ജനറൽ സെൻസ് ഓഫ് വെൽബീയിങ്, രോഗമില്ലാത്ത അവസ്ഥ, അതുപോലെ തന്നെ ഫിസിക്കലി ഫിറ്റ്നസ്, ആരോഗ്യപരമായിട്ട് കാര്യങ്ങൾ പ്രവൃത്തി ചെയ്യാനുള്ളത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ വെൽബീയിങ് എന്ന് പറയുന്നത് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്, ശാരീരികം, മാനസികം, സാമൂഹികം ആയിട്ട് നമ്മൾ പെരുമാറാനായിട്ട് നമുക്ക് സാധിക്കുക. അല്ലാതെ രോഗം ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയല്ല. ഹെൽത്ത് എന്ന് പറയുന്നത് രോഗം ഇല്ല എന്ന് പറയുന്ന അവസ്ഥയല്ല, ശാരീരികമായിട്ട് ഫിറ്റാന്നുള്ളതിൻ്റെ കാര്യം മാത്രമല്ല, ഇത് എല്ലാം കൂടെ കൂടിയത്, അത് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ, ശാരീരികമായിട്ട് പങ്കെടുക്കാൻ സാധിക്കണം, മാനസികമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം, സാമൂഹികമായിട്ട് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കിയെങ്കിൽ മാത്രമേ അയാളുടെ ഹെൽത്തിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ബീയിങ് ആൻഡ് നോട്ട് മെയർലി ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. അതായത് അസുഖമില്ല എന്ന് പറയുന്ന ഒരവസ്ഥയല്ല ഹെൽത്ത് എന്ന് പറയുന്നത്, മറിച്ച് ശാരീരികവും മാനസികവും സാമൂഹികമായിട്ട് ഒരാൾക്ക് നന്നായി പെരുമാറാൻ സാധിച്ചാൽ അതിന് അയാൾ ഫിസിക്കലി ഫിറ്റാന്ന് പറയും. അപ്പം ഒന്നുകൂടെ നമ്മൾ പറയാണ്, ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖം ഇല്ലാത്ത, അല്ല അസുഖ ലക്ഷണങ്ങളില്ലാത്ത അവസ്ഥയല്ല. ഇറ്റ്സ് എ ഡൈനാമിക് നേച്ചർ. ഇത് മാറിക്കൊണ്ടിരിക്കുന്നത്, ഡൈനാമിക് ആണ്. അത് ചെറിയൊരു സ്പെസിഫിക് കാര്യം കൊണ്ട് പറയാൻ പറ്റില്ല, പല കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് പറയും. അപ്പം ഇത് മാനസികമായോ ശാരീരികമായോ സാമൂഹികമായോ അല്ലെങ്കിൽ സ്പിരിച്വലി വെൽബീയിങ് അല്ല.
പക്ഷെ ഇതെല്ലാം കൂടെ കൂടിയതാണ്. അതായത് ഓരോന്നെടുത്ത് പറയാൻ അതില്ല. ഫിസിക്കൽ വെൽബീയിങ് മാത്രമല്ല, മാനസിക, ശാരീരിക, സാമൂഹിക അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ എല്ലാം കൂടെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരാളുടെ ഹെൽത്ത് എന്ന് പറയുമ്പോൾ. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് ഓഫ് 4 ഡയമെൻഷൻസ്, 4 കാര്യങ്ങൾ. ഒന്ന് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ. ഇപ്പം സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം ചോദിക്കാം, എപ്പോഴും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതാണോ അല്ല അമ്പലത്തിൽ പോയി തൊഴുന്നതാണോ, ഇങ്ങനെയൊക്കെ ചോദിക്കാം. അതല്ല സ്പിരിച്വൽ. ഇവിടെ സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ മാനവിക തലത്തിൽ നിന്ന് ചിന്തിച്ചിട്ടുള്ളതാണ്. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കോമ്പിനേഷൻ ഓഫ് ഡയമെൻഷൻസ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ, ഇത്രയും വരുന്നതാണ് ഒരു ഹെൽത്ത് എന്ന് പറയുന്ന ഒരാളെ. അപ്പോൾ കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ബീയിങ്. അല്ലാതെ രോഗമില്ലാത്ത അവസ്ഥ, എനിക്ക് ഡയബറ്റിക് ഇല്ല, എനിക്ക് പ്രഷറില്ല എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ഹെൽത്തി പേഴ്സൺ ആകില്ല. മറിച്ച് നമ്മളെ സമൂഹമായിട്ട് ചേരാനായിട്ട് സാധിക്കണം. മാനസികമായും സാമൂഹികമായിട്ടും ആധ്യാത്മികമായിട്ടും നമ്മൾ അതിനെ നന്നായി പെരുമാറുന്ന ഒരു സംഗതി ആയിരിക്കണം. ഹെൽത്ത് കോമ്പിനേഷൻ ഓഫ് 4 ഡയമെൻഷൻസ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ. ഡിസീസ്, രോഗമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ രോഗമെന്ന് പറയാറുണ്ട്. രോഗം എന്ന് പറയുന്നത് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഡിസീസ് എന്ന് പറയുന്നത് ഇത് പതോളജിക്കൽ സിംറ്റംസ് ഉള്ളപ്പോഴാണ്, ബയോളജിക്കൽ ആസ്പെക്ട്സ് ആണ്. അത് നമ്മൾ ഈസ് എ ഡിസീസ് പേഴ്സൺ, അവൻ രോഗിയാണ് എന്ന് പറയും. ഇപ്പം നമ്മളല്ലോ രോഗം ഉണ്ടെന്ന് പറയുന്നത് ഡോക്ടർ അല്ലെ ഫിസിഷ്യൻ അത് പറയുമ്പോഴാണ് നമ്മളത് രോഗാവസ്ഥയിലേക്ക് പറയുന്നത്. ഫിസിഷ്യൻ അത് ഈസ് ഹാവിങ് എ ഡിസീസ്, അവൻ്റെ രോഗമുണ്ട്, ആ രോഗത്തിൻ്റെ പേര് പറഞ്ഞു. ആ രോഗം കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? പതോളജിക്കൽ സിംറ്റംസ് അല്ലെങ്കിൽ ബയോളജിക്കൽ സിംറ്റംസിനെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കുക. ഇത് രണ്ടും വെച്ചിട്ടാണ് സാധാരണഗതിയിൽ നമ്മൾ ഡിസീസ് എന്ന് പറയുന്നത്. ഇൽനെസ് എന്ന് പറയുന്ന അസുഖം, നമ്മൾ ഡിസീസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഡോക്ടർ നമ്മളെ ടൈം ചെയ്ത് ഡോക്ടർ പറയുന്ന അവസ്ഥയാണ് നമ്മൾ ഡിസീസ്. ഇയാൾക്ക് പനിയാണ്, ഇയാൾക്ക് തലവേദനയാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് വയറ്റുവേദനയാണ്, ഇയാൾക്ക് ക്യാൻസറാണ്, ഡിസീസ് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഈ ഇൽനെസ് പറയുന്നത് ജനറൽ ടൈമാണ്, പീപ്പിൾ യൂസ്. നമ്മൾ പറയുന്നതാണ് എനിക്ക് സുഖമില്ല കേട്ടോ, എനിക്ക് നമ്മൾ രോഗം എന്താണെന്ന് പറയുന്നത് എനിക്ക് സുഖമില്ല, ഇപ്പം എനിക്ക് പനിയാണ്, അല്ലെങ്കിൽ എനിക്കിത് ജോലിക്ക് പോകാൻ പറ്റില്ല. അപ്പം ഇത് നമ്മൾ ശാരീരികമായി തോന്നുന്ന ഒരവസ്ഥയാണ്. ഇത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഞാൻ ചിലപ്പം എനിക്ക് തലവേദനയുണ്ട് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും വേറെ അസുഖം ഉണ്ടെന്ന് അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകണമെന്നില്ല. സോ ദാറ്റ് ഈസ് കോൾഡ് ഇൽനെസ്. അപ്പം ഇതൊരു ജനറൽ ടേമാണ്. നമ്മൾ പറയും ഇപ്പം എനിക്ക് അവധി വേണം, എനിക്ക് പനിയാണ്, ഇൽനെസ്, എനിക്ക് വയറ്റുവേദനയാണ്, എനിക്ക് അവധി വേണം. സോ ദിസ് കോൾഡ് ഇൽനെസ്. സിക്നെസ് എന്ന് പറയുന്നത് നമ്മളൊരവസ്ഥ, നമുക്ക് എന്തെങ്കിലും നേരിടാൻ വേണ്ടി നമ്മൾ പറയുന്ന ഒരവസ്ഥയാണ് നമ്മൾ സിക്നെസ് എന്ന് പറയുന്നത്. രോഗം കൊണ്ട് ഏത് രോഗം എന്ന് ഇത് ചെയ്തു. അപ്പോൾ സൊസൈറ്റി നമുക്കൊരു റോഷനുണ്ട്. ഇത് നമ്മളോട് പറയും നിങ്ങൾക്ക് ഇന്ന അസുഖം ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കാം, അല്ലെ ജോലിക്ക് വരണ്ട, അല്ലെ വർക്കിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ പുറം ലോകമായിട്ട് ബന്ധപ്പെടണം. അങ്ങനെ പറയുമ്പോൾ മാത്രമേ അത് സിക്നെസ് ആകുള്ളൂ. സിക്നെസ് ലീവ് എടുക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതായത് ആ അവസ്ഥയെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്, സിക്നെസ് എന്ന് പറയുന്നത്. സിക്നെസ് എന്ന് പറയുന്നത് അതാണ്. അപ്പം ഡിസീസ് എന്ന് പറയുന്നത് ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യുന്ന ഒരവസ്ഥയും, ഇൽനെസ് എന്ന് പറയുന്ന കോമൺ സെൻസ് വ്യൂ നമ്മൾ പറയുന്ന സംഗതിയും, സിക്നെസ് എന്ന് പറയുന്നത് ലീവ് എടുക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കാനുള്ള ഒരു റെസ്റ്റ് എടുക്കാനുള്ള ആ ഇതിനാണ് നമ്മൾ സിക്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് 3 സ്റ്റേജ് റിസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഇൽനെസ് സ്റ്റേജ് ചെയ്യുന്ന ഒരാളെ രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ പറഞ്ഞത് റിസ്റ്റോർ ചെയ്യുക, എന്ന് തിരിച്ചു കൊണ്ടുവരിക.
അപ്പം ആദ്യം നമ്മൾ ഇൽനെസ് എന്താന്ന് പറഞ്ഞു, ആദ്യം ഡിസീസ് എന്താന്ന് പറഞ്ഞു. ഡിസീസ് ഡോക്ടർ ഡയഗ്നോസ് ചെയ്യുന്നതാണ് ഡിസീസ്. ഇൽനെസ് എന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നതാണ്, അത് ഡയഗ്നോസ് ചെയ്യണ നിർബന്ധമില്ല. എനിക്ക് തലവേദനയെന്ന് തോന്നുന്നു, എനിക്കൊരു അസുഖമാണ്, ദാറ്റ് ഇസ് ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയണത്. എനിക്ക് സുഖമില്ല, അത് രോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ഡിസീസ് എന്ന് പറയുമ്പോൾ ഡോക്ടർ അത് പെർഫെക്റ്റ്ലി ഡോക്ടർ പറയുകയാണ് ഇന്ന ഡിസീസാണ്, എനിക്ക് ക്യാൻസർ ആണ്, അല്ലെങ്കിൽ BP ആണ്, ബ്ലഡ് പ്രഷർ ആണ്, നിങ്ങൾക്ക് അല്ലെങ്കിൽ തൈറോയിഡിസം, നിങ്ങൾക്ക് അല്ലെങ്കിൽ പാൻക്രിയാസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അപ്പം ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു, ദാറ്റ് ഇസ് കോൾഡ് ദ ഡിസീസ്. ഇൽനെസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു തോന്നലാണ്, ഇറ്റ്സ് എ സബ്ജക്റ്റീവ് ഫീലിംഗ്. സിക്നെസ് എന്ന് പറയുന്നത് നമ്മൾ അത് കൊണ്ട് ഈ മോളിൽ പറഞ്ഞ സംഗതികൾ കൊണ്ട് ലീവ് എടുക്കേണ്ടതോ അല്ലെ സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതോ അല്ലെ റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയാണ് നമ്മൾ സിക്നെസ് എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ്, ഏതൊക്കെ, അതായത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫസ്റ്റ് ഡൊമെയിൻ റിസ്റ്റോറേഷൻ ദ ഹെൽപ്പ് ആൻഡ് ഇൻഡിവിജ്വൽ റിക്കവറിങ് ഇസ് ഹെൽത്ത് ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് ഇൽനെസ്. റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖ അവസ്ഥയിൽ നിന്ന് ഒരാളെ പുറത്ത് കൊണ്ടുവരിക. ആ അവസ്ഥ വരുമ്പോൾ ദ സെക്കൻഡ് ഡൊമെയിൻ ദ ഹെൽത്ത് മെയിൻറ്റെയിൻസ് പീപ്പിൾ മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രൊട്ടക്ട് ദ ഫ്രം ഡിസീസ്. അതായത് മെയിൻ്റെനൻസ് ചെയ്യുക, ആരോഗ്യകരമായ അവസ്ഥ വന്നാൽ അതിനെ പരിപാലിക്കുക. അപ്പം ആദ്യം രോഗം വരികയാണെങ്കിൽ റെസ്റ്റോറേഷൻ എന്ന് പറയുമ്പോൾ രോഗം വരികയാണെങ്കിൽ നമ്മൾ അതിൽ നാളെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ചെയ്യുക, സഹായിക്കുക. രോഗിയുണ്ട്, നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടി കൊണ്ടുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ വിളിച്ചു വരുത്തി എന്തെങ്കിലും മരുന്നോ കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഒരു അസുഖത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന പരിപാടിയാണ് റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അതേസമയം സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ആ ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അസുഖമില്ലാത്ത അവസ്ഥയിൽ അവർ സ്റ്റേബിളായിട്ട് നമ്മൾ സൂക്ഷിക്കാനായിട്ട് എടുക്കുക. ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്, ഓരോ പെർസ്പെക്റ്റീവ്, അത് ആരോഗ്യത്തിൻ്റെ ഓരോ പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം പഠിച്ചു ആരോഗ്യം എന്താണ്, സമൂഹത്തിൽ നന്നായി പെരുമാറുന്നതാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഗ്രീക്ക് ഫിലോസഫർ ആദ്യം നമുക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞത്, ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞത്, ആദ്യമായിട്ട് പറഞ്ഞത് ഫിലോസഫേഴ്സാണ്. ഫിലോസഫർ പ്രത്യേകിച്ച് ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത് മനുഷ്യൻ്റെ ഹെൽത്ത് എന്ന് പറയുന്നത് അവൻ്റെ ശരീരത്തിലുള്ളതായ ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ടാണ്. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഓരോ ഫ്ലൂയിഡ് ഉണ്ടെന്നാണ്. ഇത് ഇന്ത്യൻ ഇതനുസരിച്ച് ആയുർവേദത്തിലും ഇത് പറയുന്നുണ്ട്. അപ്പോൾ പിത്തശരീരി, സ്ഥൂലശരീരി എന്നൊക്കെ പറഞ്ഞ് ആയുർവേദത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ പിത്തശരീരം എന്ന് വെച്ചാൽ വണ്ണമുള്ള പിത്തം വെച്ച പിത്തശരീരം എന്നാണ്. സ്ഥൂലശരീരം വളരെ മെലിഞ്ഞുള്ള ശരീരം ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏൻഷ്യൻ കൾച്ചറിൽ, ഫിലോസഫേഴ്സാണ് ഇത് ആദ്യമായിട്ട് ഈ മനുഷ്യൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഡിഫൈൻ ചെയ്തിരുന്നതാണ്. ആ സമയത്താണ്, ആ ഏൻഷ്യൻ ടൈമിലാണ് ഇവർ നമ്മൾ ആയുർവേദം കണ്ടുപിടിച്ചതും, ആ ആയുർവേദം കണ്ടുപിടിച്ചത് കൂടാതെ ഹോമിയോ കണ്ടുപിടിച്ചതും, അതുപോലെ തന്നെ ഒറ്റമൂലികൾ കണ്ടുപിടിച്ചതും, ഇതുമെല്ലാം ഏൻഷ്യൻ ടൈംസിലാണ്. അപ്പോൾ ഗ്രീക്ക് കൾച്ചർ, അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് ഗ്രീക്ക് കൾച്ചറിലാണ് അത് പറഞ്ഞത് ഹിപ്പോക്രാറ്റ്സ് ആണ്. ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞ മനുഷ്യൻ്റെ ശരീരത്തിൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് നമ്മൾ കാണുന്നതല്ല. അപ്പം ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ പിത്തശരീരി എന്ന് വെച്ചാൽ പിത്തമുള്ളതാണ്, എന്ന് വെച്ചാൽ അവരുടെ ശരീരത്തിനകത്ത് പിത്തശരീരം മഞ്ഞ ബ്ലഡ് ആയിരിക്കും, മഞ്ഞ ബ്ലഡ് അല്ല, മഞ്ഞ കളറുള്ള ഫ്ലൂയിഡ് അവരുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഹിപ്പോക്രാറ്റ്സ് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിലുള്ള കളർ ഓഫ് ദ ഫ്ലൂയിഡ്, ആ കളർ ഓഫ് ദ ഫ്ലൂയിഡ് ബ്ലഡ് കളർ ആണെങ്കിൽ, അല്ലെങ്കിൽ യെല്ലോ ബൈൽ ആയിരിക്കുമെങ്കിൽ, ബ്ലാക്ക് ബൈൽ ആണെങ്കിൽ, അൽഫേം ആണെങ്കിലും, അപ്പം ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മനുഷ്യൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയുന്നത്, ആരോഗ്യം എന്ന് പറയുന്നത്. ഇത് ഗ്രീക്ക് ടൈമിൽ ഹിപ്പോക്രാറ്റ്സ് ഫിലോസഫേഴ്സൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഫ്രഞ്ച് ഫിലോസഫർ പറഞ്ഞു, ആദ്യം പറഞ്ഞത് ഗ്രീക്ക് ഫിലോസഫറാണ്. ഗ്രീക്ക് ഫിലോസഫർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കളർ ഓഫ് ദ ഫ്ലൂയിഡ്, അത് മെയിനായിട്ട് ഹിപ്പോക്രാറ്റ്സ് ആണ് പറഞ്ഞത്. ഹിപ്പോക്രാറ്റ്സ് എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ ആയുർവേദത്തിൽ അതുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഏൻഷ്യൻ ഗ്രീക്കിലാണ് ആദ്യം ഇതിനെക്കുറിച്ച്. പിന്നെ ഫ്രഞ്ചാണ്. ഫ്രഞ്ച് എന്ന് പറയുന്നത് മനസ്സും ബോഡിയും, മനസ്സും ശരീരങ്ങളും തമ്മിലുള്ള ബന്ധമാണ് ഫിലോസഫേഴ്സ് പറഞ്ഞത്. മനസ്സ് എങ്ങനെ ഇരിക്കുന്നു, ശരീരം എങ്ങനെ ഇരിക്കുന്നു, മനസ്സും ശരീരം കൂടെ ഒരുമിച്ച് ചേരുമ്പോഴാണ് നമ്മൾ മനുഷ്യൻ്റെ പെരുമാറ്റം നന്നാകുന്നതെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്, അല്ലെങ്കിൽ ഫ്രഞ്ച് ഫിലോസഫറും ഇതൊക്കെ പറയുന്നത്. വെസ്റ്റേൺ മെഡിസിൻ പിന്നെ അതുകൊണ്ട് വന്നപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ഏൻഷ്യൻ ടൈംസ് ആണ്, പിന്നെ ഫ്രഞ്ച് ഫിലോസഫേഴ്സ് ആണ്, പിന്നെ ഏൻഷ്യൻ, ദാറ്റ് ഇസ് വെസ്റ്റേൺ സ്റ്റൈൽ മെഡിസിൻ എന്ന് പറഞ്ഞാൽ
സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഇവർ പറഞ്ഞ പോലല്ല, മനസ്സിൻ്റെ ശരീരം രണ്ട് രീതിയിൽ തന്നെ കണ്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ദെൻ മെഡിക്കൽ തിയറീസ് ഒക്കെ അവരുടെ കയറി വന്നു. അപ്പം ഏൻഷ്യൻ ടൈംസ് മുതൽ, ഏത് കാലഘട്ടങ്ങൾ മുതൽ നമുക്ക് അവിടുന്ന് ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതിനകത്ത് ആദ്യം ഹിപ്പോക്രറ്റ്സ്, ഫിലോസഫേഴ്സ് ഹിപ്പോക്രറ്റ്സ് ഒക്കെയാണ് പറഞ്ഞത്. സെക്കൻഡ് ഫ്രഞ്ച് ഫിലോസഫർ റെയിൻ ഡെസ്കാർട്ടേഴ്സ് ആണ് ഇതിനെക്കുറിച്ച് പറയും, ഫിലോസഫറാണ്. പിന്നെ നേരെ വന്നപ്പോൾ മോഡേൺ മെഡിസിൻസിലേക്ക് നമ്മൾ വന്നു. ഇനി നമ്മൾ ഇന്ത്യൻ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ, ഈ ഇന്ത്യൻ കൾച്ചറിൽ നോക്കുകയാണെങ്കിൽ ഹെൽത്തിനെ കുറിച്ച് പറയാം. സംസ്കൃത വേർഡാണ് പറയുന്നത് സ്വസ്ഥ. സ്വ മീൻസ് ഇന്നർ സെൽഫ്, നമ്മളെ അറിയുക. ആൻഡ് എസ് മീൻസ് കോൺഷ്യസ്. അപ്പം നമ്മൾ നമ്മുടെ ബോധതലങ്ങളിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കുന്നതാണ്, അതാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. നമ്മളെ മനസ്സിലാക്കുക. ഇന്നർ സെൽഫിൽ നമ്മൾ കണ്ടുപിടിക്കുക. അത് സ്വ എന്ന് മീൻസ് ഇന്നർ സെൽഫാണെന്നും, മീൻസ് കോൺഷ്യസ്നെസ്. അതുകൊണ്ട് ഹെൽത്ത് എന്ന് പറയുന്ന ഇന്നർ സെൽഫും അകത്തുള്ളതും നമ്മളെ മനസ്സിലാക്കണം, അതിനെക്കുറിച്ചുള്ള അവയർനെസ്സും. അപ്പം സംസ്കൃത വേർഡ് സ്വസ്ഥ എന്ന് പറഞ്ഞ സംസ്കൃത വേർഡിൽ നിന്നാണ് നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നത്. അപ്പം ഇന്ത്യൻ ഫിലോസഫി അത് പറയുമ്പോൾ സ്വ മീൻസ് സെൽഫും, സ്വ എന്ന് പറഞ്ഞാൽ സ്വം, എന്നെ സംബന്ധിച്ച് അത് ഇതും എന്നെ സംബന്ധിച്ചിടത്തും. എസ് മീൻസ് കോൺഷ്യസ്, അവയർനെസ്, എനിക്ക് എന്നെക്കുറിച്ചുള്ള ബോധം. പിന്നെ അടുത്ത് പറഞ്ഞത്, നമ്മൾ അസുഖങ്ങളുണ്ടായാൽ ആ അസുഖങ്ങളുണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് പറഞ്ഞിരിക്കുക. അതിനകത്ത് 3 സ്റ്റെപ്പാണ് പറയുന്നത്. ആദ്യം സയൻസ് ഉണ്ടാകുക, രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുക. ദെൻ സിംറ്റംസ് ആൻഡ് ഡിസേബിലിറ്റി. ഇതെല്ലാം വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇറ്റ് മേ കോസ്റ്റ് പ്രീമച്വർ ഡെത്ത്. പ്രീമച്വർ ഡെത്തിലേക്ക് നമുക്ക് പോകാം. നിർബന്ധമൊന്നുമില്ല. ഇറ്റ് മേ കോസ് ഡെത്ത്. ചിലപ്പം അൾട്ടിമേറ്റ്ലി ഇതെല്ലാം കൂടെ പ്രീമച്വർ ഡെത്തിലേക്ക് തന്നെ കൊണ്ട് ഇത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മരണം സംഭവിക്കാം. പിന്നെ അടുത്ത പെർസെപ്ഷൻ, ആൾക്കാരുടെ ഹെൽത്ത് എന്ന് പറയുന്ന അവരുടെ പെർസെപ്ഷനും. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് നല്ല പൊക്കമുള്ളതായിരിക്കാം നമ്മുടെ ഹെൽത്ത്, ചിലപ്പോൾ വണ്ണമുള്ളതായിരിക്കും, ചിലപ്പോൾ മീഡിയം ബിൽഡ് ബോഡി ആയിരിക്കാം. ഇത് നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയും ബേസ് ചെയ്തിട്ടിരിക്കും, കൾച്ചറിനെയും ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പം നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങളുടെ സന്ദർഭങ്ങളനുസരിച്ചും അതുപോലെ തന്നെ അതിൻ്റെ പീപ്പിളിൻ്റെ പെർസെപ്ഷൻ അനുസരിച്ചും. കാരണം എല്ലായിടത്തും നമ്മൾ വണ്ണമുള്ള കാണുന്ന സ്ഥലമാണെന്നിരിക്കും, എല്ലാവരും വണ്ണമുള്ളവരെ കാണുന്നു. നമ്മുടെ പെർസെപ്ഷൻ എന്താ? വണ്ണം നല്ലതാണെന്നാണ്. അതേസമയം എല്ലാവരും മെലിഞ്ഞിരിക്കുന്നിടത്ത് നിന്ന് ഒരാൾക്ക് വണ്ണം വെച്ചാൽ പറയും അബ്നോർമൽ ഗ്രോത്ത്, അബ്നോർമൽ ഫാറ്റാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ കൾച്ചറൽ ബിലീഫ്സിനെ കൂടെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ വെറുതെ നേരിട്ടുന്ന ഹെൽത്ത് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റില്ല. ഇതിനെ എല്ലാം ബേസ് ചെയ്തിട്ടാണ്, ഓരോ വ്യൂ ഉണ്ട്, ആ ഓരോ വ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. സംസ്കൃത ഇന്ത്യൻ ഫിലോസഫി വെച്ചിട്ടാണ് ഇന്നർ സെൽഫ് ആൻഡ് കോൺഷ്യസ്നെസ് that leads to self, that leads to health. അപ്പോൾ സംസ്കൃത വേർഡിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സ്വ മീൻസ് ഇന്നർ, സ്ത മീൻസ് കോൺഷ്യസ്നെസ്. അപ്പോൾ ഇന്നർ കോൺഷ്യസ്നെസ് ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇന്നർ സെൽഫ്, അണ്ടർസ്റ്റാൻഡ് യുവർ ഇന്നർ സെൽഫ്. ഇതെന്ന് പറയുമ്പോൾ ഇന്നർ സെൽഫ്, എന്നെ അറിയുന്നത്. അപ്പം നമ്മൾ ഇന്ത്യൻ ഫിലോസഫിയിൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ലെവലിലാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരാൾക്ക് ഹെൽത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വണ്ണം ഇതൊന്നും നോക്കുകയല്ല, പക്ഷെ അയാൾ ദൈവവുമായിട്ട് എത്രയും സ്പിരിച്വൽ ലെവലിൽ എത്രയും നമ്മൾ വരുന്നു, അതാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഹെൽത്ത് നോക്കിയില്ലെങ്കിൽ നമുക്കുള്ള സയൻസ് ആദ്യം കാണാം, അതിൻ്റെ ലക്ഷണങ്ങൾ കാണാം, അതിൻ്റെ തോന്നലുകൾ ഉണ്ടാകാം, എനിക്കൊരു പനി വരുന്നുണ്ട്. പിന്നെ സിംറ്റംസ് കാണിക്കാം, ആൻഡ് ഡിസേബിലിറ്റി, ചിലപ്പോൾ നമ്മൾ തളർന്നു വീഴാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അത് നേരെ നമ്മുടെ ഇത് ഹെൽത്തിലേക്ക് ബാധിച്ചിട്ട് അത് നേരെ നമ്മുടെ ജീവിതത്തിലേക്ക് ബാധിക്കുന്നു. അപ്പം നമ്മുടെ ഇന്നർ കോൺഷ്യസ്, അതായത് നമ്മളെ വരുന്ന ഇന്നർ സെൽഫിനെ കുറിച്ച് മനസ്സിലാക്കി സ്പിരിച്വൽ ലെവലിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ് ഇന്ത്യൻ കൾച്ചറിൽ നമ്മൾ പറയുന്ന പെർസ്പെക്റ്റീവ് ഓഫ് ഹെൽത്ത്. അപ്പം അത് രോഗമില്ലാത്ത അവസ്ഥ മാത്രമല്ല, അങ്ങനെ നമ്മൾ വരികയാണെങ്കിൽ ഇറ്റ് കോസ് പ്രീമച്വർ ഡെത്ത്.
പ്രീമച്വർ ഡെത്ത് എന്ന് പറയുന്ന പ്രായമാകാതെ നമ്മൾ മരിക്കും. പ്രായമാകാതെ മരിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധാരണ ഒരു മനുഷ്യ ജന്മം 100 വയസ്സ് വരെ, 100-120 വയസ്സ് വരെയാണ്. അപ്പോൾ പ്രീമച്വർ ഡെത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് രോഗം വന്ന് ചെറുപ്പകാലത്തിൽ മരിക്കുന്നതൊക്കെയാണ് നമ്മൾ പ്രീമച്വർ ഡെത്ത് എന്ന് നമ്മൾ ഉദ്ദേശിക്കും, പ്രീമച്വർ ഡെത്ത്. അപ്പം ഇന്നർ സെൽഫ് ഡെവലപ്പ് ചെയ്യുക. ഇന്നർ സെൽഫ് ഡെവലപ്പ് ചെയ്യുന്നതിനെ കൂട്ടി നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വളർന്നില്ല എന്നുണ്ടെങ്കിൽ അത് പ്രീമച്വർ ഡെത്തിലേക്ക് നമുക്ക് പോകാം. അപ്പം ഹെൽത്ത് ഇൽനെസ് എന്ന് പറയുന്നത് ഇൻഫ്ലുവൻസ് പീപ്പിൾ പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ് ആൻഡ് കൾച്ചറൽ ബിലീഫ്. അപ്പം നമ്മളൊരു ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ ഇത് ധരിക്കുന്നത്, എങ്ങനെയാണ് മനുഷ്യൻ ഇത് മനസ്സിലാക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് അവർ പെർസെപ്ഷൻ അബൌട്ട് ഹെൽത്ത്. പെർസെപ്ഷൻ നമ്മൾ പെർസീവ് ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ പറയാം പൊക്കമുള്ളതാണ് എന്ന് പറയാൻ നമ്മൾ കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി, കിഴക്കൻ സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പൊക്കം അവിടെ ഇല്ല. അപ്പോൾ നമ്മുടെ പെർസെപ്ഷൻ മാറി. ആറ്റിറ്റ്യൂഡ്, നമുക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ഇന്ന ആൾക്കാരുണ്ട് പൊക്കവും വണ്ണമുള്ള ഹെൽത്തിയാണ് ഉണ്ട്. പിന്നെ നമ്മുടെ കൾച്ചറൽ ബിലീഫ്, സാംസ്കാരികമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, ഇതാണ് ഹെൽത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഹെൽത്ത് കണ്ടിന്യൂം, ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ഈ കണ്ടിന്യൂം എന്ന് പറയുന്നത് വെച്ചാൽ ആരോഗ്യവും നമ്മുടെ ഇൽനെസ്, ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്ന് വെച്ചാൽ ആരോഗ്യവും രോഗവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതായത് നമ്മൾ പറയുന്നത് രണ്ട് രീതിയിൽ നമ്മളിതിനെ കാണുക. ഒരു സാഹചര്യത്തിൽ വരും നമ്മൾ നോർമലായിട്ട് നിൽക്കുന്നത്, സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ ഉണ്ടാകുന്നു, നമുക്ക് രോഗാവസ്ഥയിലേക്ക് നമ്മൾ വരുന്നു, ആ രോഗത്തെ ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ്മെൻറ്റ് നടത്തുന്നു, നമ്മൾ സേവ് ചെയ്യുന്നു, നമ്മുടെ ജീവിതം രക്ഷപ്പെടുന്നു. അത് ഏതെങ്കിലും സ്ട്രെസ്ഫുൾ സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് പോസിറ്റീവായിട്ട് നമ്മൾ ഇത് ചെയ്യുന്നു. ചില സമയത്ത് നമുക്ക് പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല, ആങ്സൈറ്റി ഉണ്ടാകുന്നു. ആങ്സൈറ്റി ഉണ്ടാകുമ്പോഴത്തേക്ക് അത് നമ്മൾ അസുഖത്തിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇനി അഥവാ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ രക്ഷപ്പെട്ടു വരും. നമുക്ക് സ്ട്രെസ്സൊക്കെ ഉണ്ടാകാം, സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് രോഗം ഉണ്ടാകാം. രോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് വരുന്നു. ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലല്ലോ, ലീഡ്സ് ടു ഇൽ ഹെൽത്ത് ബോഡി, ആരോഗ്യമില്ലാത്ത ശരീരം, ദെൻ യു ആർ ഗോയിങ് ടു ഡിസീസ് പേഴ്സൺ. അപ്പോൾ ഹെൽത്ത് ആൻഡ് ഇൽനെസ് പറയുമ്പോൾ ആ ഒരു ഫസ്റ്റ് അഡോപ്ഷൻ, സിൻസ് നമ്മൾ സമൂഹം മാറുന്നതനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ആരോഗ്യം ബാധിക്കുന്നു, ശരീരത്തിലുള്ള ആരോഗ്യത്തിൽ എങ്ങനെ ബാധിക്കുന്നു. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ നമുക്ക് ശരീരത്തിന് നോർമൽ സ്റ്റേജ്, നമുക്ക് അസുഖം വന്നു, വി ആർ ഗോയിങ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്, ദെൻ ഇറ്റ് ഈസ് ഓവർ, ദെൻ വി ആർ കമ്മിങ് ബാക്ക് ടു നോർമൽ സ്റ്റേജ്. ഇനി നോർമൽ സ്റ്റേജിലായിരിക്കും നമ്മൾ നേരെ ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ നമ്മുടെ ബിഹേവിയറിലേക്ക് നമ്മൾ പോകുന്നു. സോ ഇത് ഈസ് കോൾഡ് ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം. ഹെൽത്ത് ഇൽനെസ് കണ്ടിന്യൂം. മെഡിക്കൽ മോഡൽ എന്ന് പറയുന്നത് ബയോമെഡിക്കൽ മോഡൽ. ദ ബയോമെഡിക്കൽ കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മീനിങ് ലൈഫ് ആൻഡ് ഹീലിംഗ്. ലൈഫ് ആൻഡ് ഹീലിംഗ്, ഇത് ഗ്രീക്ക് വേർഡ് എന്നാണ് പറയുന്നത്. ബയോസ് മീൻസ് ലൈഫ് ആൻഡ് ഹീലിംഗ് മീൻസ്, മെഡിക്കോസ് മീൻസ് ഹീലിംഗ്. ദ കോസ് ഓഫ് ഡിസീസ്, കാരണങ്ങൾ. അപ്പോൾ ഈ മെഡിക്കൽ കേസിനകത്ത് സോഷ്യലിനകത്ത് നമ്മൾ രോഗത്തിൻ്റെ കാരണങ്ങൾ എന്താണ്, ആക്ച്വലി രോഗത്തിൻ്റെ കാരണങ്ങൾ എന്ന് ഒരിക്കലും രോഗിയല്ല രോഗത്തിൻ്റെ കാരണങ്ങൾ. കോസ്, ഒരു രോഗമുണ്ടാകാനുള്ള കാരണം അല്ലെങ്കിൽ അവസ്ഥ വരാനായിട്ടുള്ള കാരണം എന്താണ് എന്ന് നമ്മൾ നോക്കുന്നു. ഒരു രോഗം, കോസ് ഓഫ് ഡിസീസ് നമ്മൾ നോക്കുകയാണ്. ഇനി ആരാണ് രോഗം വരാനായിട്ട് റെസ്പോൺസിബിലിറ്റി എന്ന് നോക്കാം. അപ്പോൾ ബയോമെഡിക്കൽ എന്ന് പറഞ്ഞാൽ ലൈഫ് ആൻഡ് ഹീലിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ മെഡിക്കൽ മോഡലിനകത്ത് നമ്മൾ ആദ്യം നോക്കുന്നത് എന്താണ് രോഗം, ദ കോസസ് ഓഫ് ഡിസീസ്, രോഗം വരാനുള്ള കാരണങ്ങൾ എന്താണ്, അല്ല ആരാണ് ഇതിന് ഉത്തരവാദി. അപ്പം എപ്പോഴും പറയുന്നത് ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഒരിക്കലും രോഗം വരാൻ ഉത്തരവാദിയല്ല. കാരണം എന്താ വെച്ചാൽ ഒരു ആൾക്കും എനിക്ക് രോഗം വരണം, എൻ്റെ ഹെൽത്ത് പോകണം എന്നുള്ള ആഗ്രഹമില്ല. അപ്പം ആരാ റെസ്പോൺസിബിൾ? സം ഇന്റേണൽ അബ്നോർമാലിറ്റീസ് ഓർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഒന്നെങ്കിൽ നമുക്കൊരു അസുഖം വരാൻ നമ്മളല്ല, പേഷ്യൻ്റ് അല്ല റെസ്പോൺസിബിൾ ആയിട്ട് വരുന്നത്. ഒന്ന് രോഗമുണ്ടാകാനുള്ള
കാരണങ്ങൾ അല്ലെങ്കിൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് ആദ്യം എന്ന് പറയുന്ന കോസ് ഓഫ് ഡിസീസ്. സെക്കൻഡ് ഹൂ ഈസ് റെസ്പോൺസിബിൾ. ഒരിക്കലും രോഗിയല്ല രോഗം വരാൻ കാരണം. രോഗി ഇറ്റ്സ് ഓൺലി എ വിക്ടിം. അവർ അതിൻ്റെ ഒരു വിക്ടിം മാത്രം ആകുന്നുള്ളൂ. പക്ഷെ വരാനുള്ള ഇന്റേണൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. ദെൻ ട്രീറ്റ്മെൻറ്റ്. ഈ ട്രീറ്റ്മെൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ രോഗത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് ആളെ പുറത്തു കൊണ്ടുവരിക. എന്തെങ്കിലും വേദനയുണ്ടെങ്കിലോ അതിൽ നിന്ന് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നതാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് കോസ് ഓഫ് ദ ഡിസീസ്, സെക്കൻഡ് റെസ്പോൺസിബിൾ, ഹൂ ഈസ് റെസ്പോൺസിബിൾ, ആൻഡ് തേർഡ് ദ ട്രീറ്റ്മെൻറ്റ്. ഫോർത്ത് ഇസ് techno-oriental model. Techno-oriental model means technology, how the technology can be used. And what is the relationship, a practitioner and a physical relationship, അസുഖവും രോഗി ഡോക്ടറും തമ്മിലുള്ള ബന്ധം. അപ്പം ഒരു മോഡൽ പറയുമ്പോൾ, മെഡിക്കൽ മോഡൽ എന്ന് പറയും, ഫസ്റ്റ് വണ് രോഗമുണ്ടാകാനുള്ള കാരണം എന്താണ്, ആരാണ് ഇതിന് കാരണക്കാരൻ, ഒരിക്കലും രോഗിയല്ല. ഇനി എന്ത് ട്രീറ്റ്മെൻറ്റ് വരും, ആ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെ ടെക്നോ ഓറിയൻറ്റഡ് മോഡൽ ഉണ്ടാകും, പ്രാക്ടീഷണർ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുമോ. അല്ല, ഇങ്ങനെയാണ് ഇതിൻ്റെ ഏറ്റവും ഡിഫിക്കൽട്ട് പാർട്ട് മെഡിക്കൽ മോഡലിനകത്തുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്നാന്ന് വെച്ചാൽ ഇത് ബോഡി മൈൻഡ് മാത്രമേ. ഇത് മൈൻഡ് എന്ന് പറയുന്ന സംഗതി, അതായത് എപ്പോഴും ഹെൽത്ത് എന്ന് പറയുമ്പോൾ അയാളുടെ മനസ്സും വന്നാണ്, ആ മനസ്സ് ഇതിനകത്ത് ബന്ധപ്പെടുന്നില്ല. അപ്പോൾ അതാണ് ഈ മോഡലിൻ്റെ ഒരു നെഗറ്റീവ്. സെക്കൻഡ് ഇത് സോഷ്യൽ, എമോഷണൽ, സ്പിരിച്വൽ ഓർ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻ ഹെൽത്ത്. അപ്പോൾ എപ്പോഴും ഈ മെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്തിനകത്ത് പറയുന്നത്, ഒന്ന് മനസ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തില്ല, ശരീരത്തിന് അല്ലെങ്കിൽ തലച്ചോറിന് ഇമ്പോർട്ടൻ്റ് കൊടുത്തില്ല. സെക്കൻഡ്, ഇനി റോൾ സമൂഹത്തിന് ഒരാളുടെ ആരോഗ്യത്തെ പിടിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ ചെയ്യാനായിട്ട് സാമൂഹികമായിട്ടോ എമോഷണലായിട്ടോ സ്പിരിച്വലായിട്ടോ സൈക്കോളജിക്കൽ ഇൻ ഹെൽത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തിരുന്നില്ല. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഡിഫക്റ്റ് ഇതിനകത്തുണ്ട്. മൂന്നാമത്തെ ഡിഫക്റ്റ്, ഈ സൈക്കോസൊമാറ്റിക് ഡിസീസിനെ, ക്രോണിക് ആൻഡ് ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസിനെ എങ്ങനെ ഇത് എഫക്ട് ചെയ്യുന്നു, എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. ലൈഫ് സ്റ്റൈൽ, വി ആർ സെയിങ് അബൌട്ട് സൈക്കോസൊമാറ്റിക് ഡിസീസ്, സൈക്കോളജിക്കൽ ഡിസീസ് ഓർ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് ഡിസീസിനെ കുറിച്ച് ഇത് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ നെഗറ്റീവ്. ഇത് കൂടുതലും അതായത് എപ്പോഴും മെഡിക്കൽ മോഡൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ വേറെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരാൾ സാമ്പത്തികം അനുസരിച്ചായിരുന്നു അയാൾക്ക് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. എന്നുവെച്ചാൽ പൈസ ഉണ്ടെങ്കിൽ കൂടുതൽ പൈസ ഉണ്ട്, കൂടുതൽ വലിയ ഹോസ്പിറ്റലിലേക്ക് പോവുക, കൂടുതൽ എക്സ്പെൻസ് ചെയ്യുക, കൂടുതൽ ടെസ്റ്റുകൾ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള വന്നു. അപ്പോൾ ഇതാണ് ഈ മോഡലിൻ്റെ നെഗറ്റീവ്സ്. മെഡിക്കൽ സോഷ്യൽ മോഡലിൻ്റെ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഇതൊക്കെയാണ്. ഹോളിസ്റ്റിക് ആണ് അടുത്തത്. നമ്മൾ എപ്പോഴും പറയുന്നത് ഹോളിസ്റ്റിക് മെത്തേഡ് ഓഫ് കീപ്പിംഗ് മെൻ്റൽ ഹെൽത്ത്. ഹോളിസ്റ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഒരാളെ മാനസികമായിട്ട് നോക്കുക. സോ ഇതിനകത്തുള്ളത് ഈ എപ്പോഴെങ്കിലും ഒരാളുടെ ഡിസീസ് എന്ന് പറയുന്നത് ഡിസ്ഹാർമണി ബിറ്റ്വീൻ ദ സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് സ്പിരിച്വൽ ഡൈമെൻഷൻസ് ഓഫ് കോസ് ഡിസീസസ്. അപ്പോൾ രോഗമുണ്ട് ഇതിനകത്ത് ഹോളിസ്റ്റിക് മെത്തേഡിനകത്ത് ഒരാൾക്ക് രോഗമുണ്ടാകാനുള്ള കാരണം അയാൾ സമൂഹവുമായിട്ട് മാനസികമായിട്ട് ശാരീരികമായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതാണ് ഹോളിസ്റ്റിക് മോഡലിൻ്റെ ആദ്യത്തെ പെർസെപ്ഷൻ. സെക്കൻഡ്, അപ്പം ഈ ഹോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ്. അപ്പം ഈ ഹെൽത്തും ഇൽനെസ്സും എന്താണെന്ന് അറിയാം. ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സ്റ്റേജും ഇൽനെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തോന്നലുമാണ് വരുന്നത്. ഇത് ഒരെണ്ണത്തിനകത്ത് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സിന്, അത് ഹോളിസ്റ്റിക് മെത്തേഡ് മൾട്ടിപ്പിൾ ഫാക്ടേഴ്സാണ്. അതിൻ്റെ മാനസിക, ശാരീരിക, അതിനകത്ത് യോഗാസനം ചെയ്യുക, ഹെൽത്ത് ചെയ്യാനായിട്ട് ചെയ്യുക, അല്ല മെഡിറ്റേഷൻ ചെയ്യുക, അല്ലെ ബ്രീത്തിങ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ഹോളിസ്റ്റിക് മോഡലിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഹോളിസ്റ്റിക് മോഡലിനകത്ത് പറയുന്നത് ഒന്ന് മനസ്സും ശരീരവുമായിട്ടുള്ള ഡിസ്മാറ്റ്. മനസ്സും ശരീരവും ദൈവികവും. സ്പിരിച്വൽ എന്ന് പറയുന്നത് ദൈവികമാണ്. ദൈവികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അങ്ങനെയൊന്നും അല്ല ഇവിടുത്തെ ദൈവികം എന്ന് ഉദ്ദേശിക്കുന്നത്. സെൽഫ് കോൺഷ്യസ്നെസ് ഈസ് കോൾഡ് ദ സ്പിരിച്വൽ ഡയമെൻഷൻ. പിന്നെ അതിനകത്ത് ഹോളിസം കംപ്ലീറ്റ് ചെയ്യുകയാണ്. കോംപ്രിഹെൻസീവ് അനാലിസിസ് ഓഫ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് ആണ്. രോഗം എന്താണ്, രോഗലക്ഷണങ്ങൾ എന്താണ്, രോഗകാരണങ്ങൾ എന്താണ്, അതിനെ എങ്ങനെ നേരിടാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചാണ് അവർ പഠിക്കുന്നത്. അപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ഡിസിപ്ലിനറി എന്ന് പറയാം.
അപ്പം ഈ ഹോളിസ്റ്റിക് മെത്തേഡ് എന്ന് പറയുന്നത് മെഡിസിൻ മാത്രമല്ല, ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സും നമ്മൾ അതിനകത്ത് ഉപയോഗിക്കേണ്ടി വരും. മെഡിസിൻ മാത്രം കൊടുക്കുക എന്നുള്ളതല്ല ഈ ഹോളിസ്റ്റിക് മെത്തേഡിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുക. ഹോളിസ്റ്റിക് മെത്തേഡ്. ദെൻ സോഷ്യൽ മോഡൽ. ഇപ്പം സോഷ്യൽ മോഡലിനകത്ത് പറയുന്നത് ഒരു വ്യക്തി എങ്ങനെയാണ് ഹെൽത്ത് എന്ന് വെച്ചാൽ അയാളുടെ സമൂഹമായിട്ടുള്ള എക്സ്പീരിയൻസ്, ചോയ്സസ്, ഇതെല്ലാം അയാളുടെ അയാളുടെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. അതായത് ഒരാൾ വില്ലേജിൽ താമസിക്കുന്നു, അവിടെ അയാൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. ഒരാൾ അർബൻ ഏരിയയിൽ താമസിക്കുന്നു, അവിടെ അയാൾക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം. ഇത് രണ്ടും രണ്ടാണ്. അപ്പോൾ സോഷ്യൽ മോഡലിനകത്ത് രണ്ട് പറയുന്ന ഒന്നായാലും എക്സ്പീരിയൻസ്, ചോയ്സസ്, ആ ബിഹേവിയർ, ഇതെല്ലാം കൂടെ കൂടിയതാണ് സോഷ്യൽ മോഡൽ ഓഫ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് സോഷ്യൽ മോഡലിനകത്ത് ഹ്യൂമൻ ബോഡി ഈസ് സോഷ്യൽ, സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ സൈമൾട്ടേനിയസ്ലി. ദെൻ അടുത്ത കൾച്ചർ വേരിയേഷൻ എക്സിസ്റ്റിംഗ് ഹെൽത്ത് ആൻഡ് ഇൽനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചറൽ വേരിയബിൾസ്. സോഷ്യൽ മോഡൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ എക്സ്പീരിയൻസ്, ഒരാൾക്കുള്ള എക്സ്പീരിയൻസും അയാളുടെ ചോയ്സും ബിഹേവിയറാണ് അയാളുടെ ഹെൽത്തിനെ കണക്കാക്കുക. അതുപോലെ തന്നെ ഇത് പറയുന്നത് സോഷ്യൽ, സൈക്കോളജിക്കൽ, ബയോളജിക്കൽ സൈമൾട്ടേനിയസ്ലി, ഇതെല്ലാം വേണം എന്നുള്ളതാണ്. അടുത്ത കൾച്ചർ വേരിയേഷൻ ഹെൽത്ത് ആൻഡ് ഇൽനെസ് ആർ പെർസീവ്ഡ്. അതായത് കൾച്ചർ മാറുന്നതനുസരിച്ച് ഹെൽത്തിൻ്റെ മാറുന്നുണ്ട്, ഹെൽത്തിൻ്റെ പെർസെപ്ഷൻ മാറുന്നുണ്ട്. സോഷ്യൽ മോഡൽ പറയുമ്പം ഓരോ മോഡൽ നമ്മൾ നോക്കുക. സോഷ്യൽ മോഡൽ നോക്കുമ്പോൾ ഹെൽത്തിലെ ഒരാളുടെ എക്സ്പീരിയൻസും ചോയ്സസും ബിഹേവിയറാണ് അയാളുടെ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുക. സോഷ്യൽ, സൈക്കോളജിക്കൽ, ബയോളജിക്കൽ സൈമൾട്ടേനിയസ്, അതായത് സാമൂഹികവും മാനസികവും ബയോളജിക്കലും ഒരുമിച്ച് നോക്കുമ്പോഴാണ് അടുത്തത് വരുന്നത്. അല്ലെങ്കിൽ കൾച്ചറൽ ആൻഡ് വേ ദ ഹെൽത്ത് ആൻഡ് ഇൽനെസ് പെർസീവ്ഡ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിനകത്ത് പറയുന്ന ഒരു വ്യക്തിക്ക് അയാളുടെ സമൂഹവും ആയിട്ടുള്ള അനുഭവങ്ങളും അയാളുടെ അതുമായിട്ടുള്ള ഇൻട്രാക്ഷനും അയാളുടെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. അപ്പം സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ടുഗദർ. പിന്നെ ഇത് മാത്രമേ ഈ ബയോമെഡിസിൻ ആൻഡ് മെഡിസിൻ ഏരിയ റിലവൻ്റ് ആണെന്ന് പറഞ്ഞാലും വേറെ പല ഏരിയയിലും ഇതിനകത്ത് റിലവൻ്റ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ അടുത്ത പറഞ്ഞ സോഷ്യൽ മോഡലിനകത്ത് പറഞ്ഞ പൊളിറ്റിക്കൽ ഡയമെൻഷൻസ്, ഹെൽത്ത് ആൻഡ് ഇൻഫ്ലുവൻസ് ദ ഡയമെൻഷൻ. അപ്പം സോഷ്യൽ മോഡലിനകത്ത് വരുന്ന വ്യക്തി അനുഭവങ്ങൾ, അവൻ്റെ ചോയ്സസ്, അവൻ്റെ ബിഹേവിയർ. പിന്നെ സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോബ്ലംസ്. പിന്നെ നമ്മുടെ കൾച്ചറൽ പ്രോബ്ലംസ്. പിന്നെ ആരോഗ്യത്തെ ബാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറൽ പ്രോബ്ലംസ് ആണ്. ഓരോ മനുഷ്യൻ്റെ കൾച്ചർ, സാമുദായികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അതായത് സമൂഹത്തിൽ, ഏത് സമൂഹത്തിൽ ജീവിക്കുന്നു, ഏത് തരത്തിലുള്ള കൾച്ചർ. ഇതിന് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൾച്ചർ അനുസരിച്ചാണ് നമ്മുടെ ആഹാരക്രമങ്ങളൊക്കെ മാറുന്നത്. ഈ ആഹാരക്രമങ്ങൾ മാറുന്നതനുസരിച്ച് അതിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ പല ഏരിയയിൽ ഇപ്പോൾ വെജിറ്റേറിയൻ മാത്രമുള്ളവരുണ്ട്, നോൺ വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്നവരുണ്ട്, മിക്സഡ് ആയിട്ടുള്ള കഴിക്കുന്നവരുണ്ട്, ചിലർക്ക് സ്വീറ്റ്സ് കൂടുതൽ നമ്മൾ കഴിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പം കൾച്ചർ എന്ന് പറയുന്നത് ഒരു ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു സംഗതിയാണ്. ആൻഡ് ഹെൽത്ത് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസ് പൊളിറ്റിക്കൽ ഡയമെൻഷൻ. അതാണ് സോഷ്യൽ മോഡലിൻ്റെ ഒരു പ്രത്യേകത. The options of person from non-medical background are relevant. അപ്പം ഇതിൻ്റെയൊക്കെ എങ്ങോട്ട് നമുക്ക് பார்த்தா നോൺ മെഡിക്കൽ ഫീൽഡുമായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ആണ്. അപ്പോൾ സോഷ്യൽ മോഡൽ എന്ന് പറയുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സോഷ്യൽ മോഡൽ എന്ന് പറയുമ്പം ഒരാളുടെ അനുഭവങ്ങൾ, അയാളുടെ സെലക്ഷൻ, ചോയ്സസ്, ബിഹേവിയർ ആണ് ഒരു പ്രശ്നം ഉണ്ടാക്കുക. അതുപോലെ സോഷ്യൽ, സൈക്കോളജിക്കൽ, ബയോളജിക്കൽ സൈമൾട്ടേനിയസ്ലി. ഇത് ഒരേ സമയത്ത് ശരീരത്തിൽ നടക്കുന്ന സംഗതികളാണ്. സോഷ്യലും സൈക്കോളജിക്കലും ബയോളജിക്കലും പ്രോസസ്. ഇൽനെസ്സിനകത്ത് കൾച്ചറൽ വേരിയേഷൻസ് എപ്പോഴും ഇൽനെസ്സിനുള്ള കാര്യങ്ങൾ ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇത് സോഷ്യൽ ഹെൽത്ത് ആർ ഇൻഫ്ലുവൻസ് ബൈ പൊളിറ്റിക്കൽ ഡയമെൻഷൻ. ചില രാഷ്ട്രീയമായ ചിന്തകളും നമ്മുടെ ഹെൽത്തിനെ ബാധിക്കും. അത് എപ്പോഴും പേഴ്സൺസ് ഒരു ആൾ തന്നെ. ഇപ്പോൾ ഓപ്ഷൻസ് ഓഫ് ദ പേഴ്സൺ ഫ്രം നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആർ റിലവൻറ്റ് ആസ് ദേ മേ പ്രൊവൈഡ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് ഓഫ് ലൈഫ്.
ഹെൽത്ത്. അപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന ആൾക്കാർ വേറൊരു ഡയമെൻഷനാണ് പറയുന്നതെങ്കിലും അല്ലാത്ത കോമൺ സെൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡയമെൻഷൻസും പ്രത്യേകത ഉണ്ടാകും. ദാറ്റ് ഈസ് കോൾഡ് സോഷ്യോ മെഡിക്കൽ മോഡൽ ഓഫ് ഹെൽത്ത്. കോൺസെപ്റ്റ് ഓഫ് വെൽബീയിങ്. വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, അപ്പോൾ നമ്മളെപ്പോഴും പറയും വെൽബീയിങ്, നന്നായിട്ട് നമ്മൾ പെരുമാറണം, ആരോഗ്യപരമായിട്ട് നമ്മൾ പെരുമാറണം. ഇപ്പം ആരോഗ്യപരമായിട്ട് പെരുമാറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൽ എങ്ങനെ നമ്മൾ മാനസികമായിട്ട് നമ്മൾ അതുമായിട്ട് ചേരുന്നു, എങ്ങനെ ശാരീരികമായിട്ട് ചേരുന്നു, എങ്ങനെ നമ്മുടെ പെരുമാറ്റങ്ങൾ നമ്മൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇത് എല്ലാം കൂടെ വരുമ്പോഴാണ് നമ്മൾ പറയുന്ന കോൺസെപ്റ്റ് ഓഫ് വെൽബീയിങ്. അപ്പോൾ ഒരാൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കാം, ഒരു എമോഷണൽ സിറ്റുവേഷൻ അയാൾ എമോഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് വെൽ ബീയിങ് ആയിരിക്കും. സാഹചര്യങ്ങൾക്കനുസരിച്ച് സന്ദർഭങ്ങൾക്കനുസരിച്ച് പെരുമാറാനുള്ള ഒരു ഇൻ്റലിജൻസ്, ബുദ്ധിയാണ് നമ്മൾ വെൽബീയിങ് എന്ന് പറയുന്ന ഒരു ഘടകം. രണ്ടാമത് ഫിസിക്കൽ വെൽബീയിങ്. ഫിസിക്കൽ വെൽബീയിങ് എന്ന് പറഞ്ഞാൽ എക്സസൈസൊക്കെ ചെയ്ത് സമൂഹത്തിൽ നല്ല രീതിയിൽ നമ്മൾ നല്ല ആരോഗ്യവാനായിട്ട് നമുക്ക് വരാൻ സാധിക്കുന്നത്. അപ്പം ഹീറ്റിംഗ് ഹാബിറ്റ്സും അതിനകത്ത് വരും. അപ്പം വെൽബീയിങ് നല്ല വലിച്ചു വാരി തിന്നുന്ന ഒരാളെ നമ്മൾ വെൽബീയിങ് ആയിട്ട് നമ്മൾ കൂട്ടുകയാണ്. അല്ലെങ്കിൽ സമയത്ത് നമ്മൾ ഉറങ്ങാത്തവർ, ഉറക്കമില്ലാത്തവർ, അല്ലെങ്കിൽ കൂടുതൽ സമയം കിടന്ന് ഉറങ്ങുക. അപ്പം ഇതൊക്കെ അവിടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. സോഷ്യൽ വെൽബീയിങ് എന്ന് വെച്ചാൽ സമൂഹത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, സാമൂഹികമായിട്ട് നമുക്ക് മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ചേരാൻ പറ്റുന്നു, എങ്ങനെ എടുക്കാൻ പറ്റുന്നു, അതാണ് സോഷ്യൽ വെൽബീയിങ്. വർക്ക് പ്ലേസ് വെൽബീയിങ്, അത് ഒരു വർക്ക് ഏരിയയിൽ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കും, എങ്ങനെ ഒരു പ്രൊഫഷനിൽ നമുക്ക് നല്ലത് നടത്തും. ദാറ്റ് ഈസ് കോൾഡ് ദ കോൺസെപ്റ്റ് ഓഫ് വെൽബീയിങ്. ദെൻ സൊസൈറ്റൽ വെൽബീയിങ്, ഒരു സമൂഹത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പങ്കെടുക്കുക എന്ന് വെച്ചാൽ അവിടെ പോയി വെറുതെ നിൽക്കുക എന്നുള്ള ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ്. കൺസെപ്റ്റ് വെൽബീയിങ് എന്ന് പറയാം ശാരീരിക, മാനസിക, സാമുദായിക, ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സമൂഹത്തിലുള്ളത് വരുമ്പോഴേ നമ്മൾ അതിനെ വെൽബീയിങ് എന്ന് പറയും. എല്ലാം ബാലൻസ് ചെയ്യുന്ന പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അത് വെൽബീയിങ് എന്ന് പറയും. ഒന്ന് എമോഷണലി വേണം, ഫിസിക്കലി വേണം, സോഷ്യലി വേണം, വർക്ക് പ്ലേസ് വേണം, സൊസൈറ്റൽ വെൽബീയിങ്. ഇത്രയും ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരാളെ വെൽബീയിങ് എന്ന് പറയുന്നത്. വെൽബീയിങ് നല്ലപോലെ പെരുമാറുന്ന ഒരാൾ. അപ്പോൾ അയാളുടെ എമോഷണലി വേണം, ഫിസിക്കലി വേണം, സോഷ്യലി വേണം, വർക്ക് പ്ലേസിൽ വേണം, സൊസൈറ്റൽ വെൽബീയിങ്. ഇത്രയും ഉണ്ടെങ്കിൽ അയാൾ നല്ല ഒരു മെൻ്റലി ഹെൽത്തി പേഴ്സണാണ് നമ്മൾ പറയുകയുള്ളൂ. ഒന്നുകൂടെ നമ്മൾ കേടുക. ആദ്യം ഹെൽത്ത് എന്താണെന്ന് നമ്മൾ നോക്കാം. ഹെൽത്ത് എന്ന് പറയുന്ന ഹെൽത്ത് മീൻസ് ഞാൻ ഒരിക്കലൂടെ ശ്രദ്ധിക്കണം, കാരണം ഹെൽത്ത് സൈക്കോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിയാണ്. അത് കൂടുതൽ നമുക്ക് അറിയാനായിട്ട് ബുക്സുകൾ അധികം ഇപ്പോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഹെൽത്ത് എന്ന് പറയുന്നത് പൊതുവേ നമ്മൾ പറയും ജനറൽ വെൽബീയിങ്, നല്ല സമൂഹത്തിൽ നന്നായിട്ട് പെരുമാറുന്ന ഒരാളാണ് നമ്മൾ ഒരു ഹെൽത്തി പേഴ്സൺ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹെൽത്തി ആബ്സെൻസ് ഓഫ്, അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തത് നമ്മളെന്ന് പറയും. അല്ലെങ്കിൽ ഒരു ശാരീരികമായിട്ട് ഒന്നുമായിട്ട് ചേരാൻ സാധിക്കും. ഹെൽത്ത് എന്ന് പറയുന്ന ഒരാളെ നന്നായി പെരുമാറുന്ന ഒരു സ്വഭാവം, രോഗമില്ലാത്തൊരവസ്ഥ, ഫിസിക്കലി ഫിറ്റ്, ശാരീരികമായിട്ട് സമൂഹമായിട്ട് ചേരാൻ പറ്റുക. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഉണ്ടെങ്കിലേ നമ്മൾ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ. അത് നന്നായി പെരുമാറാൻ സാധിക്കുക, രോഗലക്ഷണങ്ങളില്ലാത്തവർ കാണുക, ഫിസിക്കലി ഏബിൾ ടു ഫിറ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ ദാറ്റ് വി ആർ സേയിങ് ദേ ആർ ഹെൽത്തി. അപ്പം ഹെൽത്ത് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ വെൽബീയിങ്. അതായത് രോഗമില്ലാത്ത ഒരവസ്ഥയെ അല്ലെങ്കിൽ സിംറ്റം ഇല്ലാത്ത ഒരവസ്ഥയെ നല്ല രോഗം എന്ന് പറയുന്നത്. ആ രോഗമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ആൻഡ് മെൻ്റലി സോഷ്യൽ വെൽബീയിങ്. ഇത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്ത് എന്ന് പറയുള്ളൂ. ഹെൽത്ത് എന്ന് പറയുന്നത് രോഗമില്ലാത്തൊരവസ്ഥയാണ്. ഡൈനാമിക്കാണ് ഹെൽത്ത്. ഫിസിക്കൽ മാത്രമല്ല, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വെൽബീയിങ് ഈസ് കോൾഡ് ഹെൽത്ത്. നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ
ആൻഡ് സ്പിരിച്വൽ തിങ്സ് ആണ് നമുക്ക് ഹാൻഡ്ലിംഗ് എന്ന് പറയാൻ പറ്റും, നമുക്ക് ഹെൽത്തിനകത്ത് വരുന്നത്. അപ്പം ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രോഗമില്ലാത്ത അവസ്ഥ, ഡൈനാമിക് നേച്ചർ ആയിരിക്കണം, പിന്നെ മെൻ്റലി ആൻഡ് സ്പിരിച്വലി വെൽബീയിങ് ആയിരിക്കണം, ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഇതെല്ലാം കൂടെ കൂടുന്നതാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത്. ഡിസീസ് എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്യുന്നതാണ് ഡിസീസ്. ഡോക്ടർമാർ ഡയഗ്നോസ് ചെയ്തെടുക്കുന്നതാണ് ഡിസീസ് എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ എന്ത് സിംറ്റം കണ്ട പതോളജിക്കൽ ടെസ്റ്റ് ഒക്കെ നടത്തി ഡോക്ടർമാർ ഇന്ന് ഡിസീസാന്ന് പറയുക, അതാണ് രോഗം എന്ന് പറയുന്നത്. മറ്റേ ഇൽനെസ് പറയുന്നത് നമ്മുടെ തോന്നലാണ്, നമുക്ക് അസുഖം ഉണ്ടെന്നുള്ള തോന്നലാണ് ഇൽനെസ് പറയുന്നത്. സിക്നെസ് പറയുന്നത് നമ്മൾ ആബ്സെൻറ്റ് ഫ്രം വർക്ക് ഓർ ടേക്കിംഗ് ലീവ് ഫ്രം ദ വർക്ക്, അതാണ് സിക്നെസ്. അതിനുള്ള ഒരു പെർമിഷനാണ് സിക്നെസ് എന്ന് പറയുന്നത്. ഡിസീസ് എന്ന് പറയുന്നത് ഡോക്ടർമാർ കണ്ടുപിടിക്കുകയും, ഇൽനെസ് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റീവായിട്ട് നമ്മുടെ എക്സ്പീരിയൻസും. അതിനകത്ത് തേർഡ് എന്ന് പറയുന്നത് റെസ്റ്റ് എടുക്കുക എന്നുള്ളത്. ഇതാണ് 3 കമ്പോണൻസ് വെൽബീയിങ്ങിനകത്ത് വേണ്ടത്. അപ്പം ഏതെങ്കിലും കാരണവശാൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹെൽത്ത് എങ്ങനെ നമുക്ക് റിസ്റ്റോർ ചെയ്യാം, അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഹെൽത്ത് ഈസ് ദാറ്റ് റെസ്റ്റോറേഷൻ, മെയിൻ്റനൻസ് ആൻഡ് ഗ്രോത്ത്. അത് ഒന്ന് ആരോഗ്യത്തെ നമ്മൾ പരിപാലിക്കുക, സംരക്ഷിക്കുക. രണ്ടാമത് നേടിയെടുത്തതിനെ നമ്മൾ പരിപാലിക്കുക. മൂന്നാമത്തേതിനെ വളരാൻ അനുവദിക്കുക. അതാണ് നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ദ സെക്കൻഡ് എന്ന് പറയുന്നത് ആൾക്കാർ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ആൾക്കാർ തന്നെ അത് ഹെൽത്തിനെ മാനേജ് ചെയ്യാം. അപ്പം ആദ്യം നമ്മൾ ഹെൽത്ത് ഉണ്ടാക്കുക, റെസ്റ്റോറേഷൻ നടത്തുക, അസുഖം ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരിക. രണ്ടാമത്തെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമത്തെ വളരാൻ അനുവദിക്കുക. ഇതാണ് 3 കമ്പോണൻസ് ഹെൽത്തിനെ കുറിച്ചുള്ളത്. പിന്നെ ഹെൽത്തിനെ കുറിച്ച് ഓരോ രാജ്യക്കാരും അല്ലെങ്കിൽ ഓരോ സംസ്കാരവും ചിന്തിച്ചത് ഫസ്റ്റ് ഫിലോസഫർ ദാറ്റ് ഈസ് ഹിപ്പോക്രാറ്റ്സ് ആണ് ആദ്യം ഹെൽത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 4 തരത്തിലുള്ള ഫ്ലൂയിഡ് ഇൻ ദ ബോഡി ഉണ്ട്: ബ്ലഡ്, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ ആൻഡ് ഫിൽം. ഇതാണ് ഹെൽത്തിനെ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗമായിട്ട് അവർ കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ മാറി ഫ്രഞ്ച് ഫിലോസഫർ വന്നു കഴിഞ്ഞാൽ മൈൻഡ് ആൻഡ് ബോഡിയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ മൈൻഡ് ആൻഡ് ബോഡിയെ കുറിച്ച് ബേസ് ചെയ്യുന്നതാണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞു. പിന്നെ വെസ്റ്റേൺ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഫിലോസഫി, അവർ മെഡിസിനൊക്കെ കൊണ്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം അതിന് വേറൊരു പെർസ്പെക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചാണ്. അപ്പോൾ ഹെൽത്തിൻ്റെ ഓരോ പെർസ്പെക്റ്റീവ് ആണ്. ഫസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഗ്രീക്ക് കൾച്ചറിൽ നിന്ന് തുടങ്ങിയതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് തുടങ്ങിയത് ഫ്രഞ്ച് ഫിലോസഫേഴ്സാണ്. തേർഡ് വെസ്റ്റേൺ ആണ്. അതിനകത്താണ് ബോഡി മൈൻഡ് റിലേഷൻഷിപ്പ് ഒക്കെ വരിക, സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് വരിക. അപ്പം ഗ്രീക്ക്, ഫ്രഞ്ച്, വെസ്റ്റേൺ മെഡിസിൻ വന്നു. ദെൻ നെക്സ്റ്റ് വൺ സാൻസ്ക്രിറ്റ് വേർഡിൽ നിന്നാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ മീൻസ് ഇന്നർ സെൽഫ്, എസ് മീൻസ് കോൺഷ്യസ്നസ്. നെക്സ്റ്റ് അടുത്ത മോഡൽ എന്ന് പറയുന്നത് ഇത് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രീമച്ചുവർ ഡെത്ത്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തില്ലെങ്കിൽ ഈ അസുഖം വന്ന് പ്രീമച്ചുവർ ഡെത്തിന് വേണ്ടി പോകാം. അതെല്ലാം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ നോർമൽ ജീവിതം ലീഡ് ചെയ്യാം. പിന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ലീഡ്സ് ടു പ്രീമച്ചുവർ ഡെത്ത്. പിന്നെ എപ്പോഴും നമ്മൾ ഹെൽത്ത് നമ്മൾ പറയുന്ന കാര്യത്തിൽ സമൂഹത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, മറ്റുള്ള ഇൻഫ്ലുവൻസ് ചെയ്യുന്നു നമുക്ക് പറയും. അപ്പം ഇന്ത്യൻ പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഇന്നർ ആണെന്നും ഒന്നുകൂടെ അതിൻ്റെ ഒന്ന് നോക്കിക്കോളും. ഏൻഷ്യൻ ഗ്രീക്ക് വന്നത് ഫസ്റ്റ് ഫിലോസഫർ ഹിപ്പോക്രാറ്റ്സ് ആണ്. ഹിപ്പോക്രാറ്റ്സ് ഗ്രീക്ക് കൾച്ചറിന് ഹെൽത്തിനെ കുറിച്ച് പറഞ്ഞത് 4 സ്റ്റേജിലാണ്. ബ്ലഡിൻ്റെ ഫ്ലൂയിഡ് ഇൻ ദ ബോഡി, ബ്ലഡ്, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ ആൻഡ് ഫിൽം. ഫ്രഞ്ച് ഫിലോസഫർ പറഞ്ഞത് മൈൻഡും ബോഡിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. വെസ്റ്റേൺ പറഞ്ഞത് മൈൻഡ് ബോഡി സെപ്പറേഷനാണ്. രണ്ടായിട്ട് തന്നെ മൈൻഡ് ആൻഡ് ബോഡി ആസ് എൻറ്റയർലി സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. രണ്ടായിട്ടാണ് ട്രീറ്റ്, രണ്ടും യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഇന്ത്യയിലേക്ക് വരുമ്പം ഹെൽത്ത് എന്ന് പറയുന്നത് ഇന്നർ സെൽഫാണ്. നമ്മളെ സെൽഫ് അവെയർനെസ്,
അതാണ്, അല്ലെങ്കിൽ സെൽഫ് നോളജ്. അതാണ് ഇന്ത്യയിൽ വന്നത്. അതിനകത്ത് പറഞ്ഞത് സൈൻസ് ഉണ്ടാകും, സിംറ്റംസ് ഉണ്ടാകും, ഡിസബിലിറ്റി ഉണ്ടാകും. അപ്പം നമ്മൾ ഒരു മോഡലിൽ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സൈൻ ഉണ്ടാകും, ഒരു ന്യൂട്രലായിട്ട് നമ്മൾ നിൽക്കുകയാണ്. ന്യൂട്രലായിട്ട് നിൽക്കുന്നിടത്ത് നമുക്ക് മാനസിക രോഗം ഉണ്ടാകും, ഒരു ശാരീരികമായ പ്രശ്നം ഉണ്ടാകും. വി ആർ ഗോയിങ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ്, ദെൻ ഇറ്റ്സ് ക്യൂർ, വി ആർ ഗോയിങ് ബാക്ക് ടു നോർമൽ സ്റ്റേജ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വി ആർ ഗോയിങ് ടു പ്രീമച്ചുവർ ഡെത്ത് ആൻഡ് ഓൾ. അസുഖം വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ദാറ്റ് ലീഡ്സ് ടു പ്രീമച്ചുവർ ഡെത്ത്. രോഗമില്ലാത്ത സമയത്താണ് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. രോഗമില്ലാത്ത അവസ്ഥയാണ് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ബട്ട് വി ക്യാൻ ഡെവലപ്പ് ഹെൽത്തി എൻവയോൺമെൻറ്റ്. പിന്നെ ഇത് ഹെൽത്ത് കണ്ടിന്യൂസ്ലി ചേഞ്ചസ്, എപ്പോഴെങ്കിലും സ്ട്രെസ്സൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകാം, ഹെൽത്തിനെ ബാധിക്കാം. ആങ്സൈറ്റിയൊക്കെ ഹെൽത്തിനെ ബാധിക്കാം. Then biochemical model. The term biochemical model is a Greek word. So bio means life. Latin word medicus means, that is called biomedical. Cause of death. മരണത്തിൻ്റെ കാരണം എന്താണ്? കോസസ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ കോസസ് ഓഫ് ഡിസീസ് ഓർ കോസസ് ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അസുഖം വരാനുള്ള കാരണം എന്താണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. ദെൻ റെസ്പോൺസിബിൾ ടു ദ ഡിസീസ്. അത് രോഗം ഒരിക്കലും രോഗിയുടെ കുഴപ്പം കൊണ്ടല്ല വരുന്നത്, അവർ ഉത്തരവാദിയല്ല. സം എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് രോഗമുണ്ടാക്കുന്നത്. ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ദ സിംറ്റംസ് ആർ റിലീഫ് ഫ്രം ടൈപ്പ് ഓഫ് പെയിൻ. വേദന ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. ഇതാണ് മെഡിക്കൽ മോഡൽ. അതിൻ്റെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് കഴിക്കുക, അത് കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക, ദെൻ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ടെക്നോളജിക്കൽ ഓറിയൻറ്റഡ് മോഡൽ, ബേസ് ചെയ്തിട്ടുള്ള ടെക്നോളജിയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ പ്രാക്ടീഷണർ ഫിസിഷ്യൻ റിലേഷൻ, എങ്ങനെ ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാകണം ഹെൽത്തിനകത്ത്, അത് ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു ഏറ്റവും നെഗറ്റീവായ ഇമ്പാക്റ്റ് ഈ തിയറിയുടെ ഉണ്ടെന്ന് വെച്ചാൽ മെഡിക്കൽ മോഡലിനകത്തുള്ള ഒന്ന് മെയിൻലി ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തത് മെഡിസിനാണ്. ബാക്കിയുള്ളതിനൊന്നും വെൽബീയിങ്ങിനോ സ്ഥലത്തിനുള്ള കാര്യത്തിൽ ബാക്കിയുള്ള കാര്യത്തിനോ ഒന്നും ഇത് കൊടുത്തില്ല. ആൻഡ് ദേ ആർ നോട്ട് ഗിവൻ എനി ഇമ്പോർട്ടൻസ് ടു ദ മൈൻഡ്. ഇമോഷണൽ, സ്പിരിച്വൽ ആൻഡ് ബയോളജിക്കൽ ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹെൽത്ത് മോഡൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓൾവേസ് എഫക്റ്റീവ് ഇൻ ട്രീറ്റ്മെൻറ്റ് മെയിൻ ഡിസീസ്. ഇത് പല ട്രീറ്റ്മെൻറ്റും ഈ ഒരു മെഡിക്കൽ മോഡൽ നന്നായിരുന്നില്ല. ഒന്ന് പിന്നെ അക്സസിബിലിറ്റി ടു ദ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്. അത് സാമ്പത്തികമുള്ളവന് മാത്രമേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കാൻ പറ്റുമായിരുന്ന ഒരു കൺസെപ്റ്റോടെ മെഡിക്കൽ മോഡലിനകത്ത് വന്നു. ദെൻ ഹോളിസ്റ്റിക് മോഡലിനകത്ത് നമ്മൾ സ്പിരിച്വാലിറ്റിയും കൂടെ കൂട്ടും. സ്പിരിച്വാലിറ്റിയും കൂടെ സാമുദായികമായിട്ട് സാമ്പത്തികം മാത്രമല്ല സ്പിരിച്വൽ ലെവലും കൂടെ നമ്മൾ കൂട്ടും. അതാണ് ഹോളിസ്റ്റിക് മെത്തേഡ്. അപ്പം ഫിസിക്കൽ, മെൻ്റൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വാലിറ്റി, അതാണ് ഹോളിസ്റ്റിക് മോഡൽ എന്ന് പറയുന്നത്. ഹെൽത്ത് കെയർ ഓപ്ഷൻ ദാറ്റ് ഹി മേ യൂസ് മെഡിക്കേഷൻ എലോങ് വിത്ത് ഓൾട്ടർനേറ്റീവ് തെറാപ്പീസ്. അത് മെഡിസിൻ മാത്രമല്ല ഓൾട്ടർനേറ്റീവ് തെറാപ്പിയും കൂടെ നമ്മൾ ഹോളിസ്റ്റിക് മെത്തേഡിൽ ഉപയോഗിക്കുന്നത്. സോഷ്യൽ മോഡലിനകത്ത് പറഞ്ഞത് സമൂഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, അവൻ്റെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നത്, ഇൻഡിവിജ്വൽ ഡിഫറൻസ് വരുന്നതായിട്ട്, ബോഡി ആൻഡ് സൊസൈറ്റി ആൻഡ് സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ ഇമ്പാക്റ്റ് സമയത്ത് ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സാമൂഹികമായിട്ടുള്ള ബന്ധപ്പെടലാണ് നമുക്ക് ഹെൽത്തിനെ ബാധിക്കുന്നത്. അങ്ങനെ പല രീതിയിലുള്ള കൾച്ചറും ഈ ഹെൽത്തുമായിട്ട് ബന്ധമുണ്ട്. മെഡിസിൻ എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റീവ് മെഡിസിൻസ് ആർ ദെയർ ഫോർ ദ ഹെൽത്ത്, കീപ്പിംഗ് യുവർ ഹെൽത്ത്. ഇസ് എ ഡിറ്റർമിൻഡ് ഹെൽത്ത് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ പൊളിറ്റിക്കൽ, സാമുദായികമായിട്ടുള്ള കാര്യങ്ങളോട് ബന്ധപ്പെട്ടിട്ടാണ് വരുന്നത്. ദ ഓപ്ഷൻ പേഴ്സൺ നോൺ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആർ റിലവൻറ്റ്, അതായത് നോൺ ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർ ഇതിന് ബന്ധമുണ്ട്. ഇതാണ് സോഷ്യൽ മോഡൽ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ഓഫ് വെൽബീയിങ് എന്ന് പറയുന്നത് മാനസികവും ശാരീരികവും ആയിട്ടുള്ള സമൂഹത്തിൽ നേരിടാൻ പറ്റുന്നതാണ്, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നതാണ്. ഹെൽത്തുമൊക്കെ ചെയ്ത് ഹെൽത്തി ആയിട്ട് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ മാനസികവും ശാരീരികവുമായിട്ട് സ്പിരിച്വൽ ലെവലിലും കൂടെ നമ്മൾ ബാലൻസ് ചെയ്യുന്നതാണ് വെൽബീയിങ് എന്നുള്ള കോൺസെപ്റ്റ് ഉള്ളത്. അത് വർക്ക് പ്ലേസിൽ വേണം, ഇൻഡിവിജ്വൽ ലെവലിൽ വേണം, സമൂഹത്തിൽ വേണം. ഇതെല്ലാം നമ്മൾ എങ്ങനെ ഹെൽത്ത് എന്നും
ഹെൽത്ത് വെൽബീയിങ്ങും ഇത് തമ്മിൽ നോക്കണം. ആരോഗ്യം എന്ന് പറയുന്നത് എങ്ങനെ സമൂഹത്തിൽ പെരുമാറുന്നു രണ്ടിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ് ദ കോൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ് എന്നുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി നമ്മൾ അടുത്ത ഭാഗങ്ങൾ എടുക്കുക. അപ്പം ഹെൽത്ത് എന്താണെന്നും വെൽബീയിങ് എന്താണെന്നും മനസ്സിലാക്കിയാൽ നമുക്ക് അടുത്ത ക്ലാസ്സുകൾ എളുപ്പമായിരിക്കും. നമസ്തേ.